ഓക്കെ, തുടങ്ങാം. ഓക്കെ. ഓക്കെ, ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ എവിടം വരെ ആയിരുന്നു പറഞ്ഞു നിർത്തിയത്? നമ്മൾ മൊഡാൽസ് കണ്ടു, ദെൻ മാർജിനൽ മൊഡാൽസ് നമ്മൾ പരിചയപ്പെട്ടു. ഇനി ഈ ടോപ്പിക്കിന്റെ ലാസ്റ്റ് പാർട്ട്, അതാണ് ജെറൻസ് ആൻഡ് ഇൻഫിനിറ്റീവ്സ്. ഓക്കെ, നമ്മൾ ചില വെർബ്സിനെ മറ്റ് പല ഫോംസിലേക്ക് കൺവേർട്ട് ചെയ്യാറുണ്ട്. മെയിൻലി നൗൺ ആയിട്ട് നമുക്ക് ഈ വെർബ്സിനെ യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെ യൂസ് ചെയ്യുന്ന രണ്ട് രീതികളാണ് ജെറൻസും അതേപോലെ തന്നെ ഇൻഫിനിറ്റീവ്സും. ഒരുപാട് സംഭവമൊന്നുമില്ല. ആക്ച്വലി നമ്മൾ വെർബ്സിന്റെ കൂടെ ING ഫോം ചേർത്ത് അതിനെ നൗൺ ആക്കി പറയുന്നതിനാണ് ജെറൻസ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ വെർബ്സിന് മുൻപ് ടു ആഡ് ചെയ്യുന്നതിനെയാണ് ഇൻഫിനിറ്റീവ്സ് എന്ന് പറയുന്നത്. ഇതിനെ ടു ഇൻഫിനിറ്റീവ്സ് എന്നും പറയാറുണ്ട്. ഓക്കെ, സിമ്പിൾ ആണ്. പക്ഷെ നമുക്ക് ഇതിനകത്ത് അറിഞ്ഞിരിക്കേണ്ടത്, നമുക്ക് ചില സർട്ടൻ എക്സ്പ്രഷൻസിന്റെ കൂടെ നമുക്ക് ജെറൻസ് അല്ലെങ്കിൽ ഇൻഫിനിറ്റീവ്സ് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള എക്സെപ്ഷൻ കേസസ് ആണ് നമ്മളിവിടെ മെയിൻ ആയിട്ട് പഠിക്കേണ്ടത്. ഓക്കെ, അതായിരിക്കും നമ്മളോട് ക്വസ്റ്റ്യനിലും ചോദിക്കുക. അതൊക്കെ ഞാൻ നേരത്തെ പറയുന്നത് അത് കീ പോയിന്റ്സ് ആണ്. കീ പോയിന്റ്സ് അതായത് അങ്ങനെ ഒരു സാധനം നമ്മൾ ഒരു ക്വസ്റ്റ്യനകത്ത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തോന്നണം അവിടെ ഒരു തെറ്റ് വരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ നമുക്ക് ആ സെന്റൻസ് കറക്റ്റ് ചെയ്യാൻ സാധിക്കണം. ഓക്കെ, എറർ സ്പോട്ടിങ്ങിന് നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് ടോപ്പിക്കിലോട്ട് പോകാം. ഓക്കെ, gerunds എന്ന് പറയുന്നത് gerunds are verbs ending in ing that function as nouns. ഓക്കെ, ING ഫോം ആഡ് ചെയ്യുമ്പോൾ അത് നൗൺ ആയിട്ട് ഫങ്ഷൻ ചെയ്യും. അങ്ങനെയുള്ള വെർബ്സ് ആണ് gerunds. എക്സാമ്പിൾ നോക്കി, സ്വിമ്മിങ് ഈസ് ഗുഡ് ഫോർ ഹെൽത്ത്. നീന്തൽ, അവിടെ ഈ സ്വിമ്മിങ് എന്ന് പറയുന്നത് സാധാരണ സ്വിം ചെയ്യാന്ന് പറഞ്ഞാൽ അതൊരു വെബാണ്. പക്ഷെ ING ചേർത്ത് നമ്മൾ അതിനെ ഒരു നൗൺ ആക്കിയിരിക്കുകയാണ്. സ്വിമ്മിങ് ഈസ് ഗുഡ് ഫോർ ഹെൽത്ത് എന്ന് പറയുമ്പോൾ അവിടെ നീന്തൽ, നീന്തുക എന്നുള്ള മീനിങ് അല്ല, നീന്തൽ എന്നുള്ള നൗൺ ആയിട്ടുള്ള ഒരു നാമമായിട്ടുള്ള മീനിങ് ആണ് അവിടെ വരുന്നത്. സ്വിമ്മിങ് ആണ് നമ്മുടെ ശരീരത്തിന്, ആരോഗ്യത്തിന് നല്ലതാണ് എന്ന് പറയുന്നത്. ഓക്കെ, അവിടെ അത് നൗൺ ആണ് സ്വിമ്മിങ്. ഓക്കെ, സ്വിമ്മിങ്. ഡാൻസിങ്, ഡാൻസിങ് ഈസ് മൈ ഹോബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഡാൻസ് കളിക്കുക എന്നുള്ള മീനിങ് ആണ് വരുന്നത്. ഡാൻസ് കളിക്കുക എന്നുള്ള വെർബ് അല്ല വരുന്നത്. ഓക്കെ, അതേസമയം തന്നെ ഇപ്പം ഹി വാസ് സ്വിമ്മിങ് ഇൻ ദ പോണ്ട് എന്ന് പറയുമ്പം അവിടെ നീന്തൽ എന്നല്ല. ഹി വാസ് സ്വിമ്മിങ് എന്ന് പറയുമ്പോൾ അവിടെ ഒരു ഓക്സിലറി വെർബ് ആയിട്ടുള്ള വാസ് വന്നു. അത് കഴിഞ്ഞ് അവിടുത്തെ സ്വിമ്മിങ് എന്ന് പറയുന്നത് അവിടെ ഒരു വെർബാണ്. അവൻ ഹി വാസ് സ്വിമ്മിങ് ഇൻ ദ പോണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ആ കുളത്തിൽ നീന്തിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്നാ പറയുന്നത്. അവിടെ അത് ഒരു വെർബാണ്. പക്ഷേ ഹിയർ സ്വിമ്മിങ് ഈസ് ഗുഡ് ഫോർ ഹെൽത്ത് എന്ന് പറയുമ്പോൾ അതെന്താണ്, ഒരു നൗൺ ആണ്. നീന്തൽ എന്നുള്ള അർത്ഥമാണ് അവിടെ വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് നോക്കിയാൽ ഇൻഫിനിറ്റീവ്സ് എന്താന്ന് നോക്കിയാൽ ഇത് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. ഇപ്പൊ ജസ്റ്റ് ആദ്യം രണ്ട് തമ്മിൽ കമ്പയർ ചെയ്യുന്നതേ ഉള്ളൂ. ഓക്കെ, നോക്കിയേ, ഇതിന്റെ പ്രിസീഡഡ് ബൈ ടു എന്ന് പറഞ്ഞാൽ എന്താണ്? വെർബ്സ് ബേസ് ഫോം ഓഫ് വെർബ്സ് യൂഷ്വലി പ്രിസീഡഡ് ബൈ ടു. പ്രിസീഡഡ് എന്ന് പറയുമ്പോൾ ആ വെർബിന് മുന്നേ ടു, അതായത് വെർബിന് മുന്നേ ടു വരും. ഇതിന് നേരെ ഓപ്പോസിറ്റ് ആണ് സക്സീഡഡ് ബൈ ടു എന്ന് പറയുക. അത് കഴിഞ്ഞാൽ വെർബ് കഴിഞ്ഞിട്ട് ടു വരണം എന്നാണ് അർത്ഥം. പക്ഷെ ആ കേസ് ഇല്ല. ഞാൻ പ്രിസീഡും സക്സീഡും തമ്മിലുള്ള ഡിഫറൻസ് പറഞ്ഞതാണ്. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കിയേ, ഷീ വാണ്ട്സ് ടു സ്വിം. ദ ടു സ്വിം അതാണ് അവിടുത്തെ ഇൻഫിനിറ്റീവ്, ടു സ്വിം. ഓക്കെ, അവർക്ക് സോറി, നല്ല രീതിയിൽ ജലദോഷം ഉണ്ടാവും. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചുമയും കൊരയൊക്കെ കേൾക്കും, കാര്യമാക്കണ്ട. ഓക്കെ, ഷീ വാണ്ട്സ് ടു സ്വിം എന്ന് വെച്ചാൽ അവൾക്ക് നീന്താൻ താല്പര്യമുണ്ട്, അല്ലെങ്കിൽ അവൾക്ക് നീന്തണം എന്നുള്ള അർത്ഥമാണ് വരുന്നത്. ഓക്കെ, അവിടെ ടു ഇൻഫിനിറ്റീവ് ആണ് നമ്മൾ ജെറൻഡ് ആയിട്ട്, സോറി, ഇവിടെ ഒരു നൗൺ ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി നോക്കിയേ, ഇനി നമുക്ക് ഇതിന്റെ യൂസേഴ്സ് പഠിക്കാം. അവിടെയാണ് ഇമ്പോർട്ടൻറ്റ്. ഫസ്റ്റ് വൺ നോക്കിയേ, ആസ് എ സബ്ജക്ട് ഓഫ് എ സെന്റൻസ്. ഒരു സബ്ജക്റ്റിന്റെ സെന്റൻസിന്റെ സബ്ജക്റ്റ് ആയിട്ട് നമുക്ക് ജെറൻസ് യൂസ് ചെയ്യാൻ സാധിക്കുക. അതാണ് ഇവിടെ പറഞ്ഞത്. സ്വിമ്മിങ് ഈസ് ഗുഡ് ഫോർ ഹെൽത്ത്, അത് ഒരു സബ്ജക്റ്റ് ആണ്. സ്വിമ്മിങ് ആണ് അവിടുത്തെ മെയിൻ സാധനം. സോ അവിടെ നമ്മൾ ഈ വെർബിനെ ജെറൻഡ് ആയിട്ട് യൂസ് ചെയ്തിരിക്കുകയാണ്. റണ്ണിങ് ഈസ് ഫൺ, സിംഗിങ് എന്താണ്,
ഓക്കെ, മുമ്പ് പറഞ്ഞല്ലോ സ്വിങ്ങിങ് ഈസ് മൈ ഹോബി. ഐ ലൈക്ക് റൈറ്റിംഗ്, പുസ്തകം എഴുതുക എന്നുള്ള റൈറ്റിംഗ്. ഓക്കെ, അപ്പൊ അവിടെ എല്ലാം അതൊരു നൗൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്. പക്ഷെ അതവിടെ ഒബ്ജക്റ്റീവ് കേസ് ആണ്. നമ്മൾ അവസാനം ലാസ്റ്റാ പറയുന്നതെന്നുണ്ടെങ്കിൽ അത് ഒബ്ജക്റ്റ് ആയിട്ട് വരും. ഇവിടെ ഹിയർ ഐ എൻജോയ് റീഡിങ്, ഞാൻ വായന എൻജോയ് ചെയ്യുന്നു. അവിടെ ഇതൊരു ഒബ്ജക്റ്റ് കേസ് ആണ്, സെക്കൻഡ് ആണ് വരുന്നത്. ഇവിടെ തുടക്കത്തിൽ തന്നെ വരുന്ന സോഴ്സ് തന്നെ സബ്ജക്ട്, ആൻഡ് ഇവിടെ വരുമ്പോൾ ലാസ്റ്റ് വരുന്നതുകൊണ്ട് ദാറ്റ്സ് ഒബ്ജക്റ്റ്. അതിൽ വലിയ കാര്യമില്ല, ബട്ട് നമുക്ക് ഈ രീതിയിലൊക്കെ ഇത് യൂസ് ചെയ്യാമെന്നുള്ളത് പഠിച്ചാൽ മതി. ഓക്കെ, അടുത്തത് നോക്കിയേ, കാണാനോ അല്ലേ? ചില സർട്ടൺ വെർബ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ കൂടെ ഈ ജെറൻസ് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പം ഇതിന്റെ എല്ലാത്തിന്റെ എക്സാമ്പിൾസ് ഞാൻ ഇവിടെ കൊടുത്തിട്ടില്ല. അപ്പം നിങ്ങൾക്ക് ഞാൻ ഇതിന്റെ എല്ലാത്തിന്റെ എക്സാമ്പിൾസ് കുറച്ചെണ്ണം പറയാം. അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അത് എഴുതി വെക്കണം. ഓക്കെ, ഇവിടെ നോക്കിയേ, ആ കോമൺ വെർബ്സ് നോക്കിയേ, ബിഗിൻ, സ്റ്റാർട്ട്, ലവ്, ലൈക്ക്, ഹെയ്റ്റ്, സ്റ്റോപ്പ്, ഫിനിഷ്, ഇങ്ങനെ പറഞ്ഞൊരു നീണ്ട ലിസ്റ്റാ പോകുന്നത്. അപ്പം നമ്മൾ സാധാരണ ഗതിയിൽ നമ്മൾ ഒരുപാട് വായിക്കുകയോ അല്ലെങ്കിൽ ഇംഗ്ലീഷ് സിനിമകളോ സീരീസ് അങ്ങനെയൊക്കെ കാണുകയൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ്. നമുക്ക് അറിയാണ്ട് തന്നെ നമ്മുടെ മൈൻഡിലേക്ക് ഇത് വരും, ഇത് കഴിഞ്ഞ് കഴിയുമ്പോൾ ING ഫോം ആണ് വരുന്നതെന്നുള്ളത്. അപ്പം നമുക്ക് പരിചയം ഇല്ലെങ്കിൽ നമ്മൾ കുറച്ച് എഫേർട്ട് എടുത്തിട്ട് പഠിക്കണം. ചിലപ്പോൾ നമ്മൾ ഇപ്പം ഐ ലൈക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഐ ലൈക്ക് ടോക്കിംഗ് ടു യു, ഐ ലൈക്ക് ഹാങ്ങിങ് ഔട്ട് വിത്ത് യു, അവിടെ എല്ലാം പറയുമ്പോൾ നമുക്ക് അറിയാണ്ട് തന്നെ ടോക്കിംഗ് എന്നുള്ള ആ വേർഡ് നമ്മുടെ മൈൻഡിലേക്ക് വന്നു. അല്ലെങ്കിൽ ഐ ലവ്, ലവിന്റെ കേസിലും സെയിം ആണ്. ഐ ലവ് ചാറ്റിംഗ് വിത്ത് യു, ഐ ലവ് ടോക്കിംഗ് ടു യു, ഐ ലവ് കോളിംഗ് യു. ഓക്കെ, അങ്ങനെയെല്ലാം വരുമ്പോൾ നമ്മളവിടെ അറിയാണ്ട് തന്നെ ING യൂസ് ചെയ്യുന്നുണ്ട്. അതൊക്കെ നമ്മൾ മിക്കവാറും കണ്ടിട്ടും ഉണ്ടാവും. ഓക്കെ, അങ്ങനെ ING യൂസ് ചെയ്യേണ്ടി വരുന്ന കുറച്ച് വെബ്സ് ആണ് ഈ കിടക്കുന്നത്. ഓക്കെ, ഇപ്പൊ നമ്മൾ ബിഗിനെ പറ്റി പറയുകയാണെങ്കിൽ, ബിഗിന് ഞാൻ ഇവിടെ എഴുതി വെച്ചിരിക്കുന്ന എക്സാമ്പിൾ, ഐ ബിഗാൻ റീഡിങ് ദ ബുക്ക് ലാസ്റ്റ് നൈറ്റ്. അവിടെ ബിഗിനെ ഞാൻ ബിഗാൻ ആക്കിയിട്ടുണ്ട്, കാരണം ലാസ്റ്റ് നൈറ്റ് ആയതുകൊണ്ട്, യെസ്റ്റർഡേ ആയതുകൊണ്ട് ഞാൻ സെന്റൻസിന്റെ ടെൻസ് ഒന്ന് ചേഞ്ച് ചെയ്തു. ഐ ബിഗാൻ റീഡിങ് ദ ബുക്ക് ലാസ്റ്റ് നൈറ്റ്. ബിഗാൻ കഴിഞ്ഞ് റീഡിങ്, ഈ എക്സാമ്പിൾസ് ആണ് ഞാൻ നിങ്ങൾ എഴുതി വെക്കണം എന്ന് പറഞ്ഞത്. ഓക്കെ, ബിഗാൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ റീഡിങ് ആണ്. ലാസ്റ്റ് നൈറ്റിൽ ഞാൻ ബുക്ക് റീഡിങ് തുടങ്ങി. ഐ ബിഗാൻ റീഡിങ് ദ ബുക്ക് ലാസ്റ്റ് നൈറ്റ്. അടുത്ത നോക്കിയാൽ ഇപ്പോൾ സ്റ്റാർട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ, ഷീ സ്റ്റാർട്ട് റണ്ണിങ് ഏർലി ഇൻ ദ മോർണിംഗ്. ഷീ സ്റ്റാർട്ട് റണ്ണിങ് ഏർലി ഇൻ ദ മോർണിംഗ്. വെളുപ്പിനെ അവള് ഓടാൻ തുടങ്ങി. ഐ ലവ്, അടുത്ത ലവ് മുമ്പ് പറഞ്ഞതിന് എഴുതിയാൽ മതി. ഐ ലവ് എന്താണ്, ഐ ലവ് ടോക്കിംഗ് ടു യു. ഓക്കെ, ഐ ലൈക്കിനും സെയിം സാധനം തന്നെ എഴുതാം. ഇനി ഹെയ്റ്റ്, ഹെയ്റ്റ് പറയുമ്പോൾ നമുക്ക് എന്ത് പറയാം? ഐ എക്സാമ്പിൾ, ഓക്കെ, ഐ ഹെയ്റ്റ് വേക്കിംഗ് അപ്പ് ഏർലി ഇൻ ദ മോർണിംഗ്. നമുക്ക് എല്ലാവർക്കും രാവിലെ എഴുന്നേക്കാൻ മടിയുള്ള ആൾക്കാരാണ്. അപ്പൊ നമുക്ക് ആ എക്സാമ്പിൾ തന്നെ പറയാം. ഐ ഹെയ്റ്റ് വേക്കിംഗ് അപ്പ്, ING ഫോം ആണ്. ഐ ഹെയ്റ്റ് വേക്കിംഗ് അപ്പ് ഏർലി ഇൻ ദ മോർണിംഗ്. ഓക്കെ, അടുത്ത് പറയുകയാണെങ്കിലോ, ഇപ്പൊ സ്റ്റോപ്പ് പറയുകയാണെങ്കിലോ, they stopped talking when the teacher entered. They stopped talking when the teacher entered the class. ടീച്ചർ ക്ലാസ്സിൽ കയറി വന്നപ്പോഴേക്കും അവരെല്ലാവരും സംസാരിക്കുന്നത് നിർത്തി. ഓക്കെ, then ഫിനിഷ് പറയുകയാണെങ്കിലോ, he finished writing his exams. Sorry, okay, exams fine. He finished writing his exam. ഓക്കെ, എക്സാം എഴുതി കഴിഞ്ഞു. അപ്പൊ ഇതെല്ലാം കഴിയുമ്പോൾ നമ്മൾ ഓർക്കേണ്ട എന്താണ്, ഇങ്ങനൊരു സാധനം കണ്ടു കഴിഞ്ഞാൽ ഇത് കഴിഞ്ഞിട്ട് ജെറണ്ട് വരണം എന്നുള്ളത്. അതാണ് ഇവിടെ ഓർക്കേണ്ടത്. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുമ്പോൾ ഇനി ഐ എൻജോയ് ഈ ലവ് ലൈക്ക് ഇതെല്ലാം ഒരേപോലെ എഴുതാം. ഓക്കെ, ഐ എൻജോയ് ടോക്കിംഗ് ടു യു, സെയിം ആ സാധനങ്ങൾ എഴുതി വെച്ചാൽ ഐ എൻജോയ് സിംഗിങ്. അങ്ങനെ അടുത്ത് നോക്കിയേ, പ്രിഫർ, ഐ പ്രിഫർ വാച്ചിങ് മൂവീസ് അറ്റ് ഹോം. ഐ പ്രിഫർ വാച്ചിങ് മൂവീസ് അറ്റ് ഹോം. പിന്നെന്താണ്, ഫിയർ പറയുകയാണെങ്കിലോ, ഷീ ഫിയേഴ്സ് ഫെയിലിംഗ് ഇൻ എക്സാംസ്. ഷീ ഫിയേഴ്സ് ഫെയിലിംഗ് ഇൻ എക്സാംസ്. അടുത്ത നോക്കിയാൽ റിമെമ്പർ,
ഐ റിമെമ്പർ ഗീവിങ് ദാറ്റ് ബോക്സ് ടു യു. ഇപ്പൊ നമ്മൾ ഒരു ആരോപണം പറയാണ്, ഞാനങ്ങ് തന്നിട്ടില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയണം എനിക്ക് നല്ല ഓർമ്മയുണ്ട് ആ ബോക്സ് ഞാൻ നിനക്ക് തന്നത്. ഐ റിമെമ്പർ ഗീവിങ് ദാറ്റ് ബോക്സ് ടു യു. ഓക്കെ, ഒരു ഗിഫ്റ്റ് ഒക്കെ ആയിരിക്കും. അത് കൊടുത്തില്ലെന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ ഇംഗ്ലീഷിൽ പറയണ എങ്ങനെ പറയാം, എനിക്ക് നല്ല ഓർമ്മയുണ്ട് ഞാൻ തന്നതാണ്. ഐ റിമെമ്പർ ഗീവിങ് ദാറ്റ് ബോക്സ് ടു യു. നെക്സ്റ്റ്, ഫോർഗെറ്റ്. ഹി ഫോർഗോട്ട് ലോക്കിംഗ് ദ ഡോർ. ഈ ഫോർഗെറ്റ് ഒക്കെ നമുക്ക് ശരിക്കും ഇത് അങ്ങനെ ക്വസ്റ്റ്യനിൽ ചോദിക്കാൻ സാധ്യത കുറവാണ്. കാരണം നമുക്ക് ഈ ഫോർഗെറ്റ് ജെറണ്ടിന്റെ കൂടെയും അതേപോലെ തന്നെ ഇൻഫിനിറ്റീവിന്റെ കൂടെ യൂസ് ചെയ്യാൻ പറ്റും. ഐ ഐ ഫോർഗോട്ട് ടു ടെൽ യു. കേട്ടോ, ടു ടെൽ എന്ന് പറയുന്നത് ഇൻഫിനിറ്റീവ് ആണ്, നമുക്ക് അവിടെ അർത്ഥ വ്യത്യാസമില്ല. ഐ ഫോർഗോട്ട് ടു ടെൽ യു. അതേപോലെ തന്നെ ഐ ഫോർഗോട്ട് ടെല്ലിങ് യു. രണ്ടും സെയിം മീനിങ് ആണ്, രണ്ടിടത്തും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അത് അങ്ങനെയുള്ളത് നമ്മുടെ എക്സാമിന് ചോദിക്കാൻ സാധ്യത കുറവാണ്. അല്ലെങ്കിൽ ഐ ലൈക്ക് ടു ഡു ദ ഡിഷസ്, അല്ലെങ്കിൽ ഐ ഹേറ്റ് ടു ഡു ദ ഡിഷസ്. ഇവിടെയൊക്കെ ഇൻഫിനിറ്റീവ്സ് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, പക്ഷെ ഈ പ്രിഫർ ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ എൻജോയ്, പ്രിഫർ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. അവിടെ നിങ്ങൾ ഒരു സ്റ്റാറോ എന്തെങ്കിലും ഇട്ട് വെച്ചേക്ക്. ഓക്കെ, ഓക്കെ നെക്സ്റ്റ് എവിടം വരെ ആയിരുന്നു? ഓക്കെ, ഫോർഗോട്ട്. അടുത്തത് മൈൻഡ്. മൈൻഡ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊക്കെ ഒരു കാര്യം ചെയ്യാം. കളർ മാറ്റത്തില്ലല്ലേ, ഞാൻ ഇതിന്റെ PDF എഴുതുമ്പോൾ നിങ്ങൾക്ക് ഇതിന്റെ കളർ മാറ്റിത്തരാം. മൈൻഡിനെ പറ്റി പറയുമ്പോൾ ഇപ്പം ക്വസ്റ്റ്യൻ ഒക്കെ ആയിട്ട് ചോദിക്കല്ലേ, ഡു യു മൈൻഡ് ഹെൽപ്പിംഗ് മീ? എനിക്ക് എന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നതാണ്. ഡു യു മൈൻഡ് ഹെൽപ്പിംഗ് മീ? അവിടെ ടു ചേർത്ത് പറയത്തില്ല. ഡു യു മൈൻഡ് ടു ഹെൽപ്പ് എന്ന് പറയത്തില്ല, ഡു യു മൈൻഡ് ഹെൽപ്പിംഗ് എന്നേ പറയത്തുള്ളൂ. ഡു യു മൈൻഡ് ഹെൽപ്പിംഗ് മീ. അടുത്തത് മിസ്. ഷീ മിസ്സസ് ലീവിങ് ഇൻ ഹെർ ഹോം ടൗൺ. അവിടെ ടു പറയത്തില്ല, ഷീ മിസ് ടു ലീവിങ് അങ്ങനെ പറയത്തില്ലല്ലോ. ഷീ മിസ്സസ് ലീവിങ് ഇൻ ഹെർ ഹോം ടൗൺ. അവൾ മിസ് ചെയ്യാണ്, ഹോം ടൗണിൽ താമസിക്കുന്നത് മിസ് ചെയ്യാണ്. അടുത്ത് സജസ്റ്റ്. ഐ സജസ്റ്റ് ടേക്കിംഗ് എ ബ്രേക്ക്. ഇപ്പം ഒരു മോശം അവസ്ഥയിലൂടെ പോവുകയാണ്, നമുക്ക് കുറെ ജോലി ഭാരമൊക്കെ ഉണ്ട്, അങ്ങനെയൊക്കെ ആണെങ്കിൽ നല്ല കുറച്ച് നമ്മളോട് അനുകമ്പയുള്ള ഒരു സീനിയർ പറയുകയാണ്, ഐ സജസ്റ്റ് ടേക്കിംഗ് എ ബ്രേക്ക്. ബ്രേക്ക് ഒക്കെ ഓക്കെ. അടുത്തത് പ്രാക്ടീസ്. ഹി പ്രാക്ടീസസ് പ്ലേയിങ് ദ ഗിറ്റാർ ഡെയിലി. പ്രാക്ടീസസ് പ്ലേയിങ് ദ ഗിറ്റാർ ഡെയിലി. അടുത്ത ട്രൈ നോക്കിയേ. ഓക്കെ, ട്രൈ കോളിംഗ് ഹിം അഗെയിൻ. ഓക്കെ, ഇപ്പൊ നമ്മൾ ഒരാളെ വിളിച്ചു, എന്നിട്ട് അടുത്ത് നിന്നോട് പറയാം എടാ അവനെ വിളിച്ചിട്ട് കിട്ടിയില്ല, അപ്പൊ നമ്മൾ പറയും ട്രൈ കോളിംഗ് ഹിം അഗെയിൻ. ഓക്കെ, ഒന്നുകൂടെ വിളിച്ചു നോക്കുക. അവിടെ ടു നമുക്ക് ചേർക്കാം, ട്രൈ ടു കോൾ ഹിം അഗെയിൻ. അത് കുഴപ്പമില്ല, ബട്ട് ഇറ്റ്സ് ബെറ്റർ ട്രൈ കോളിംഗ് ഹിം അഗെയിൻ. വിളിച്ചു നോക്ക്. ഓക്കെ, അടുത്ത നോക്കിയേ, അണ്ടർസ്റ്റാൻഡ്. Understand, I understand wanting to quit. Okay, I understand wanting to quit. അടുത്തത് keep. They keep asking me for help. അവര് എന്നോട് ഹെൽപ്പ് ചോദിച്ചുകൊണ്ടേയിരുന്നു. They keep asking me for help. ഓക്കെ, കീപ്പ് കഴിഞ്ഞിട്ട് ആസ്കിങ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. കീപ്പ് കഴിഞ്ഞിട്ട് നമുക്ക് ടു ചേർത്ത് പറയാൻ പറ്റത്തില്ല, ഓൾവേസ് എ ജെറണ്ട്. ഓക്കെ, ആഫ്റ്റർ കീപ്പ്.
അടുത്ത നോക്കിയേ ഹെൽപ്പ്. ഈ ഹെൽപ്പ് ആക്ച്വലി ഈ ഹെൽപ്പ് വേണ്ടത് അറിയാണ്ട് കയറിപ്പോയത് കാൻ ഹെൽപ്പാണ്. അത് ഞാൻ എഡിറ്റ് ചെയ്തിട്ട് തന്നേക്കാം. കാൻ ഹെൽപ്പാണ് നമ്മുടെ സാധനം, ഇവിടെ കിടപ്പുണ്ട്. ഓക്കെ, അടുത്തത് അഡ്വൈസ്. I advise taking rest after surgery. I advise taking rest after surgery. ഓക്കെ, അഡ്വൈസ് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മൾ ജെറണ്ട് യൂസ് ചെയ്യണം. ഐ അഡ്വൈസ് ടേക്കിംഗ് റെസ്റ്റ്. ഓക്കെ, ഈ അഡ്വൈസ് ഒക്കെ നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണ്. ഇത് എക്സാമിന് നമുക്ക് പ്രതീക്ഷിക്കാം. അഡ്വൈസ്, എൻജോയ്, പ്രിഫർ. ഓക്കെ, അടുത്തത് ഐ അഡ്മിറ്റ്. അഡ്മിറ്റിൻ്റെ കൂടെ നമുക്ക് ടു യൂസ് ചെയ്യാം. ടു ഇൻഫിനിറ്റീവ്സും യൂസ് ചെയ്യാൻ സാധിക്കും. അഡ്മിറ്റിന്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഹി അഡ്മിറ്റഡ് സ്റ്റീലിംഗ് ദ മണി. പൈസ മോഷ്ടിച്ചത് അവനാണ് അഡ്മിറ്റ് ചെയ്തു. ഹി അഡ്മിറ്റഡ് സ്റ്റീലിംഗ് ദ മണി. ഓക്കെ, അപ്പൊ നോക്കിയേ അവോയ്ഡ്. ഹി അവോയ്ഡ്സ് ഗോയിങ് ഔട്ട് ഓൺ പബ്ലിക്. ഓക്കെ, ഒരു ഇൻട്രോവേർട്ട് ആയിരിക്കും, അവൻ വീട്ടിൽ ഇരിക്കാനായിരിക്കും താല്പര്യം. സോ ഹി അവോയ്ഡ്സ് ഗോയിങ് ഔട്ട് ഓൺ പബ്ലിക്. ഓക്കെ, അടുത്ത കൺസിഡർ. ഷീ കൺസിഡേർഡ് മൂവിങ് ടു അനദർ സിറ്റി. ഷീ കൺസിഡേർഡ് മൂവിങ് ടു അനദർ സിറ്റി. നിങ്ങൾ എഴുതി വെക്കുന്നുണ്ടോ? നിങ്ങൾ എഴുതുന്നുണ്ടെന്ന് ഓർത്താണ് ഞാൻ ഇച്ചിരി ഇങ്ങനെ പതുക്കെ പതുക്കെ പറയുന്നത്. ഓക്കെ, എപ്പോഴും നമുക്ക് എക്സാമ്പിൾസ് ആണ് ഇമ്പോർട്ടൻറ്റ്. എക്സാമ്പിൾസ് കയ്യിലുണ്ടെങ്കിൽ നമുക്കൊരു എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ സംഭവം പിടി കിട്ടും. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ കേട്ട് പരിചയം ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് എക്സാമിന് ഇത് ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇത് കഴിഞ്ഞ് കഴിയുമ്പോൾ ING ആയിരിക്കാം എന്നൊരു ഐഡിയ നമുക്ക് തലയ്ക്ക് വരണം. അല്ലാണ്ട് ഈ സാധനം മൊത്തം ഇതുള്ള ഇത് എത്ര എണ്ണം ഉണ്ട്, ഇത് മൊത്തം ഇങ്ങനെ കാണാണ്ട് പഠിച്ചു വെക്കുക ഭയങ്കര പാടാണ്. അപ്പോൾ അല്ലാണ്ട് നമ്മൾ നോക്കേണ്ട എക്സാമ്പിൾസ് നോക്കി അതിങ്ങനെ മൈൻഡിൽ ഫീഡായി പോകാന്നുള്ളതാണ്. എൻജോയ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ ING വരണം, അങ്ങനെ മൈൻഡിൽ ഫീഡ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും നല്ല മാർഗം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എക്സാമിന് ഓർത്തെടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതിന് എക്സാമ്പിൾസ് തീർച്ചയായിട്ടും ആവശ്യമുണ്ട്. ഓക്കെ, അടുത്ത എന്താണ്? കൺസിഡർ നമ്മൾ പറഞ്ഞു. അടുത്ത ഡിലേ. ഹി ഡിലേഡ് പേയിങ് ദ ബിൽസ്. ബില്ല് പേ ചെയ്യാനായിട്ട് പല ബിൽസ് ഉണ്ടല്ലോ, മന്ത്ലി വരുന്ന ബിൽസ്. സോ ഹി ഡിലേഡ് പേയിങ് ദ ബിൽസ്. ഓക്കെ, അടുത്ത നോക്കിയാൽ ഡിനൈ. നോക്കിയാൽ ഡിനൈ. ഷീ ഡിനൈഡ് എന്താണ്? ഷീ ഡിനൈഡ് മീറ്റിംഗ് ഹെർ ഫ്രണ്ട്സ്. ഷീ ഡിനൈഡ് മീറ്റിംഗ് ഹെർ ഫ്രണ്ട്സ്. ഫ്രണ്ട്സിനെ കണ്ടോ എന്ന് ചോദിച്ചപ്പം അവളത് ഡിനൈ ചെയ്തു. ഷീ ഡിനൈഡ് മീറ്റിംഗ് ഹെർ ഫ്രണ്ട്സ്. അടുത്ത നോക്കി ഡിറ്റസ്റ്റ്. ഡിറ്റസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? താല്പര്യമില്ലായ്മയാണ് ഡിറ്റസ്റ്റ്. He detests waiting in queue. He detests waiting in queue. നമുക്ക് ആർക്കും ഇഷ്ടമുള്ള കാര്യമല്ല ക്യൂ നിൽക്കുക എന്നുള്ളത്. അപ്പോൾ he detests waiting in queue. ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തത് ഐ കാൺ ഹെൽപ്പ്. കാൺ ഹെൽപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളെ കൊണ്ട് പറ്റുന്നില്ല എന്നുള്ള അർത്ഥമാണ്. ഐ കാൺ ഹെൽപ്പ് എന്താണ്? ലാഫിങ് അറ്റ് ദ ജോക്സ്. ഓക്കെ, ഒരു സീരിയസ് സിറ്റുവേഷൻ ആയിരിക്കും. ആരെങ്കിലും ഒരു ജോക്ക് പറയുമ്പോൾ നമ്മൾ അറിയാണ്ട് ചിരിച്ചു പോകും. അപ്പം നമ്മൾ പറയണം എന്നെ കൊണ്ട് ചിരിക്കാണ്ടിരിക്കാൻ പറ്റിയില്ല. ഐ കാൺ ഹെൽപ്പ് ലാഫിങ് അറ്റ് ഹിസ് ജോക്സ്. അവന്റെ ജോക്സിന് ചിരിക്കാണ്ടിരിക്കാൻ എനിക്ക് പറ്റത്തില്ല. കാൺ ഹെൽപ്പ്. ഓക്കെ, അടുത്ത ഡെഫർ. ഡെഫർ ചെയ്യാന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്താണ്? ഡെഫർ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നീട്ടി വെക്കുക, മാറ്റി വെക്കുക എന്നുള്ള അർത്ഥമാണ് ഡെഫർ. അപ്പം ദേ ഡെഫേർഡ് മേക്കിംഗ് എ ഡിസിഷൻ. അവരൊരു തീരുമാനം എടുക്കുന്നത് മാറ്റി വെച്ചു, തൽക്കാലത്തേക്കായിരിക്കും. ദേ ഡെഫേർഡ് മേക്കിംഗ് എ ഡിസിഷൻ. അടുത്ത നോക്കിയേ വർത്ത്. ഇമ്പോർട്ടൻറ്റ്. വർത്ത്.
ഇറ്റ് ഈസ് വർത്ത് ട്രൈയിങ്. ഓക്കെ, ഇത് ശ്രമിക്കേണ്ടതാണ്, ഇത് ശ്രമിച്ചാൽ ഫലമുണ്ട്. ഇറ്റ് ഈസ് വർത്ത് ട്രൈയിങ്. ഓക്കെ, അടുത്തത് റിസ്ക്. ഹി റിസ്ക് ഹി റിസ്ക് ലൂസിങ് എന്താണ് ലൂസിങ് ഹിസ് റെപ്യൂട്ടേഷൻ. ഓക്കെ, നിങ്ങൾ നല്ലൊരു ജോലിക്കൊക്കെ കയറി. ഓക്കെ, കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് അഹങ്കാരമൊക്കെ ആയി, ഇച്ചിരി കൈക്കൂലി മേടിച്ചേക്കാൻ വെച്ചു. അപ്പൊ എന്താണ് ശരിക്കും ചെയ്യുന്നത് നിങ്ങൾ? ഇനിയിപ്പോ നിങ്ങളെ ആരും പിടിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല, പിടിച്ചാൽ എന്താണ്? യു ആർ ലൂസിങ് ഒന്ന് ജോലി പോവും, രണ്ട് യു ആർ ലൂസിങ് യുവർ റെപ്യൂട്ടേഷൻ, യു ആർ റിസ്കിങ് യുവർ റെപ്യൂട്ടേഷൻ. ഓക്കെ, അപ്പൊ അത് എക്സാമ്പിൾ. നെക്സ്റ്റ്, ഇത് പോട്ടെ. നെക്സ്റ്റ്, പ്രൊപ്പോസ്. അല്ല വേണ്ട, ഇറ്റ് ഈസ് a noun. It is good. Okay, it is good seeing you here. Okay, it is good seeing you here. A noun വേണ്ട, അത് ഞാൻ കളഞ്ഞിട്ടുണ്ട്. ഇറ്റ് ഈസ് ഗുഡ് ഉള്ളൂ. ഇറ്റ് ഈസ് ഗുഡ് സീയിങ് യു ഹിയർ. ഇറ്റ് വാസ് ഗുഡ് സീയിങ് യു ദെയർ. ഓക്കെ, കണ്ടതിൽ സന്തോഷം എന്ന് പറയുന്നതാണ്. അടുത്തത് പ്രപ്പോസ് നോക്കി. ഹി പ്രപ്പോസ്ഡ് ഗോയിങ് ഓൺ എ ട്രിപ്പ്. ഹി പ്രപ്പോസ്ഡ് ഗോയിങ് ഓൺ എ ട്രിപ്പ്. അടുത്തത് റിഗ്രറ്റ്. Regret is another important word, important keyword. Okay, regret. I regret saying those words. Okay, നമ്മൾ അറിയാണ്ട് നമ്മുടെ വായിൽ നിന്ന് കുറച്ച് വാക്ക് വീണ് പോയി, പിന്നെ നമ്മൾ പറയാണ് ഐ റിഗ്രറ്റ് സേയിങ് ദോസ് വേർഡ്സ്. ഓക്കെ, അവിടെയെല്ലാം നമ്മൾ ജെറൻസ് ആണ് യൂസ് ചെയ്യുന്നത്. അടുത്ത നോക്കി, ആന്റിസിപ്പേറ്റ്. ആന്റിസിപ്പേറ്റ് ചെയ്യുന്ന വെച്ചാൽ എന്താണ്? പ്രതീക്ഷിച്ചിരിക്കുക, ആന്റിസിപ്പേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ പ്രെഡിക്റ്റ് ചെയ്യുക. ഓക്കെ, ഷീ ആന്റിസിപ്പേറ്റ്സ് meeting her old friends. She anticipates meeting her old friends. Okay. അപ്പൊ ഇതാണ് കുറച്ച് certain verbsന് ശേഷം നമ്മൾ ജെറൻസ് യൂസ് ചെയ്യേണ്ട സാഹചര്യങ്ങൾ. ഓക്കെ, എക്സാമ്പിൾസ് എല്ലാം എഴുതി വെച്ചല്ലോ. ഇനി താഴോട്ട് നോക്കി. ഇനി certain prepositions കഴിഞ്ഞില്ല. പ്രിപ്പോസിഷൻസിനായിട്ട് തന്നെ നമുക്കൊരു സെക്ഷൻ എടുക്കാനുണ്ട്, നമുക്കത് ഇത് കഴിഞ്ഞിട്ട് എടുക്കാം. ഓക്കെ, certain prepositions കഴിഞ്ഞിട്ടും നമുക്ക് ജെറൻസ് യൂസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ഈസ് ഇൻട്രസ്റ്റഡ് ഇൻ അതാണ് പ്രിപ്പോസിഷൻ. ഇൻട്രസ്റ്റഡ് ഇൻ ലേണിംഗ് സ്പാനിഷ്, അല്ലെങ്കിൽ ഈസ് ഇൻട്രസ്റ്റഡ് ടു ലേണിംഗ് ഇല്ല, ഈസ് ഇൻട്രസ്റ്റഡ് ടു ലേൺ സ്പാനിഷ് ഈസ് ഓക്കെ. ബട്ട് ഇൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ അവിടെ എന്ത് യൂസ് ചെയ്യണം? ഇൻട്രസ്റ്റഡ് ഇൻ എന്നാണ് പറയുന്നതെങ്കിൽ അവിടെ അത് കഴിഞ്ഞാൽ നമ്മൾ ജെറണ്ട് വേണം യൂസ് ചെയ്യാൻ. ഈസ് ഇൻട്രസ്റ്റഡ് ഇൻ ലേണിംഗ് സ്പാനിഷ്. അടുത്ത് നോക്കിയേ, അപ്പോളജൈസ്ഡ് ഫോർ. പ്രപ്പോസിഷൻ അപ്പോളജൈസ്ഡ് ഫോർ, അത് കഴിഞ്ഞാൽ ING ഫോമാണ് വന്നിരിക്കുന്നത്. ബിയുടെ ആണേ ഉള്ളൂ, ബീയിങ് ലേറ്റ്. ദാറ്റ്സ് ഓൾസോ ജെറണ്ട്. ദേ അപ്പോളജൈസ്ഡ് ഫോർ ബീയിങ് ലേറ്റ്. എക്സാമ്പിൾസ് പഠിച്ചു വെക്കുക. ഓക്കെ, നെക്സ്റ്റ് അടുത്ത് നോക്കിയേ, certain എക്സ്പ്രഷൻസ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രിപ്പോസിഷൻ പോലെയൊക്കെ തന്നെയാണ് എക്സ്പ്രഷൻസ്. certain എക്സ്പ്രഷൻസ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജെറൻസ് വേണം യൂസ് ചെയ്യാൻ. ഓക്കെ, ഇറ്റ് ഈസ് നോ യൂസ്. ഇറ്റ് ഈസ് നോ യൂസ് കംപ്ലൈനിങ് അബൌട്ട് ദ വെദർ. കാലാവസ്ഥയെ കുറ്റം പറഞ്ഞു വന്നിട്ട് കാര്യമില്ല എന്ന് പറയണം. ഇറ്റ് ഈസ് നോ യൂസ്, അതുകൊണ്ട് കാര്യമൊന്നുമില്ല. ഇറ്റ് ഈസ് നോ യൂസ് കംപ്ലൈനിങ് അബൌട്ട് ദ വെദർ. കാൺ ഹെൽപ്പ് ഇവിടെ ഒന്നുകൂടെ വന്നിട്ടുണ്ട്, അത് നമ്മൾ നേരത്തെ തന്നെ കണ്ടതാണ്, ഇനി എൻ്റെ ആവശ്യമില്ല. അടുത്ത നോക്കിയേ, ബി യൂസ് ടു. ഇവിടെ നമ്മൾ നേരത്തെ ഒരു യൂസ് ടു പഠിച്ചായിരുന്നു. ഓക്കെ, അതിനകത്ത് എങ്ങനെയായിരുന്നു? യൂസ് ടു വർക്ക് അങ്ങനെയാണ് പറഞ്ഞത്, അതായത് പാസ്റ്റ് ഹാബിറ്റ്സിനെ കാണിക്കാൻ വേണ്ടി പറഞ്ഞിരുന്നതായിരുന്നു. ഇവിടെ
അങ്ങനെയല്ല. ബി യൂസ് ടു വരുമ്പോൾ ഇവിടെ നമുക്കൊരു ഓക്സിലറി വെർബ് വരുന്നുണ്ട് തൊട്ട് മുന്നേ ആയിട്ട്. ഓക്കെ, ഒരു പ്രസന്റ് കണ്ടിന്യൂസ് ഫോമിലൊക്കെ പറയാനായിട്ട് ഷീ, ഇപ്പൊ എക്സാമ്പിൾ പറയുന്നത് ഷീ ഈസ് യൂസ് ടു വേക്കിംഗ് എയർലി. ഷീ ഈസ് യൂസ് ടു വേക്കിംഗ് അപ്പ് ഏർലി. ഇവിടെ ഇത് പറയുന്നത് നമ്മുടെ പതിവിനെ കാണിക്കാനാണ്. എന്ന് വെച്ചാല് ഇവിടെ ഈ യൂസ് ചെയ്യുന്നത് പണ്ട് ഉണ്ടായിരുന്ന ഒരു ഹാബിറ്റ് നമ്മൾ ഇപ്പോഴും തുടർന്നുകൊണ്ട് പോകുന്ന ഒരു ഹാബിറ്റിനെ കാണിക്കാൻ വേണ്ടിയാണ്. അവൾ അതിനോട് യൂസ്ഡ് ആയി, അങ്ങനെ നമ്മൾ പറയാറില്ലേ, നമ്മൾ അതിനോട് യൂസ്ഡ് ആയി, നമ്മൾ ആ സാഹചര്യത്തിനോട് യൂസ്ഡ് ആയി, അങ്ങനെ പറയുന്നത്. ആ യൂസ്ഡിനാണ് ഇവിടെ ഇത് സൂചിപ്പിക്കുന്നത്. ഷീ ഈസ് ഷീ ഈസ് യൂസ് ടു വേക്കിംഗ് അപ്പ് ഏർലി. അവിടെ ING ഫോം വേണം യൂസ് ചെയ്യാൻ. ഷീ ഈസ് യൂസ് ടു വേക്കിംഗ് അപ്പ് ഏർലി. അവർക്ക് നേരത്തെ എണീക്കുന്ന ഒരു പതിവാണ് എന്നാണ് അതിന്റെ അർത്ഥം. ഓക്കെ, മറ്റേതെന്തായിരുന്നു? അവള് പണ്ട് നേരത്തെ എണീറ്റിരുന്നു എന്ന് പറയുമായിരുന്നു. നമ്മൾ എങ്ങനെ പറയും? ഷീ യൂസ് ടു വേക്ക് അപ്പ് ഏർലി. അവിടെ നമ്മൾ ഒരു ഈസി യൂസ് ചെയ്തിട്ടില്ല. ഷീ യൂസ്ഡ്, ഷീ കഴിഞ്ഞ നേരിട്ട് യൂസ്ഡ് ടൂയിലേക്കാണ് പോയത്. പക്ഷെ ഇവിടെ നമുക്ക് ബി യൂസ് ടു ആണ്. അപ്പൊ ബി എന്ന് പറയുമ്പോൾ അത് ഏതെങ്കിലും ഒരു ഓക്സിലറി വെർബ് ആയിരിക്കും. നമ്മുടെ പാസ്റ്റ് ഹാബിറ്റ്സിനെ കാണിക്കാനാണെങ്കിൽ ഷീ യൂസ് ടു വേക്ക് അപ്പ് ഏർലി എന്ന് പറയും. നമ്മളൊരു പതിവിനെ കാണിക്കാനാണെങ്കിൽ ഷീ ഈസ് യൂസ് ടു വേക്കിംഗ് അപ്പ് ഏർലി ഇൻ ദ മോർണിംഗ്. ഓക്കെ, പതിവാണ്, ഇപ്പോഴും നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നതാണത്. ഓക്കെ ആണല്ലോ? അടുത്ത നോക്കിയേ, ലുക്ക് ഫോർവേഡ് ടു. ഐ ലുക്ക് ഫോർവേഡ് ടു മീറ്റിംഗ് യു. ഓക്കെ, ഐ ലുക്ക് ഫോർവേഡ് ടു മീറ്റിംഗ് യു എന്ന് വെച്ചാൽ എന്താണ്? ഞാൻ നിങ്ങളെ മീറ്റ് ചെയ്യാൻ ഇൻട്രസ്റ്റഡ് ആണ്, അല്ലെങ്കിൽ ഞാൻ വെയിറ്റിംഗ് ആണ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഐ ലുക്ക് ഫോർവേഡ് ടു മീറ്റിംഗ് യു. ഓക്കെ, ഈ യൂസ് ടു ഇല്ല. ഓക്കെ, അടുത്തത് അക്കസ്റ്റം ടു. അതും ഇതേപോലെ തന്നെ ഒരു നമ്മൾ അതിനോട് യൂസ്ഡ് ആയി എന്ന് കാണിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ടൈമാണ് അക്കസ്റ്റം ടു. എന്ന് വെച്ചാൽ പൊരുത്തപ്പെട്ടു എന്നുള്ള അർത്ഥമാണ് അക്കസ്റ്റം. ഹീസ് അക്കസ്റ്റം ടു വർക്കിംഗ് ലേറ്റ്. രാത്രി വർക്ക് ചെയ്യാനായിട്ട് അവൻ ആ ആ ഒരു വർക്ക് കൾച്ചറുമായിട്ട് അവൻ പൊരുത്തപ്പെട്ടു എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഹി ഈസ് അക്കസ്റ്റം ടു വർക്കിംഗ് ലേറ്റ്. ഓക്കെ, അടുത്ത നോക്കിയേ, അവേഴ്സ് ടു. അവേഴ്സ് ടു എന്ന് വെച്ച് കഴിഞ്ഞാൽ അവോയ്ഡ് ചെയ്യുക എന്നുള്ള അർത്ഥമാണ് അവേഴ്സ് ടു. അവേഴ്സ് ടു ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വെരി ഇമ്പോർട്ടൻറ്റ്. അവേഴ്സ് ടു ഈസ് ഷീ ഈസ് നോട്ട് അവേഴ്സ് ടു ടേക്കിംഗ് റിസ്ക്. ഓക്കെ, ഷീ ഈസ് നോട്ട് അവേഴ്സ് ടു ടേക്കിംഗ് റിസ്ക് എന്ന് വെച്ചാൽ എന്താണ്? അവർക്ക് റിസ്ക് എടുക്കാൻ ഒരു മടിയില്ല. ഒരു പോസിറ്റീവ് മീനിങ് ആണത്. ഷീ ഈസ് നോട്ട് അവേഴ്സ് ടു ടേക്കിംഗ് റിസ്ക് ആണ്. ഓക്കെ, അവേഴ്സ് ടു എന്ന് വെച്ചാൽ താല്പര്യം ഇല്ലായ്മയാണ് അല്ലെങ്കിൽ എതിർപ്പാണ്. പക്ഷെ നോട്ട് അവേഴ്സ് ടു ആണ്. ഷീ ഈസ് നോട്ട് അവേഴ്സ് ടു ടേക്കിംഗ് റിസ്ക്. അവളൊരു റിസ്ക് എടുക്കുന്ന ആളാണ്. അതിനോട് എതിർപ്പൊന്നുമില്ല. അടുത്ത നോക്കിയാൽ വിത്ത് എ വ്യൂ ടു. എക്സാമ്പിൾ, he left the job with a view to starting his own business. He left the job with a view to starting his own business. അവന്റെ ജോലി ഉപേക്ഷിച്ചു എന്ത് മുന്നിൽ കണ്ടിട്ട്, അതാണ് ഉദ്ദേശിക്കുന്നത്. വിത്ത് എ വ്യൂ ടു എന്ന് വെച്ചാൽ നമ്മൾ എന്ത് മുന്നിൽ കണ്ടിട്ട്, ഒരു പുതിയ ബിസിനസ് തുടങ്ങുന്നത് മുന്നിൽ കണ്ടിട്ടാണ് അവൻ ജോലി രാജിവെച്ചത്, അല്ലെങ്കിൽ ജോലി ക്വിറ്റ് ചെയ്തത്. He left the job with a view to starting his own business. ഓക്കെ, അടുത്ത നോക്കിയേ, അഡിക്റ്റഡ് ടു. എക്സാം സിമ്പിൾ, ഐ എം അഡിക്റ്റഡ് ടു ഗെയിമിംഗ്, അഡിക്റ്റഡ് ടു സിംഗിങ്, addicted to watching movies, anything. ഓക്കെ, അഡിക്റ്റഡ് ടു സ്റ്റഡി, അങ്ങനെയൊക്കെ ആരെങ്കിലൊക്കെ പറയുമോ? അടുത്തത് ഡിവോട്ടഡ് ടു. എന്ന് വെച്ചാൽ എന്താണ് ഡിവോട്ടഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒഴിഞ്ഞു വെക്കുക എന്നൊക്കെ ഉള്ള ഒരു അർത്ഥം ഇല്ലേ, അതാണ്.
ഷീ ഈസ് ഡിവോട്ടഡ് ടു ഹെൽപ്പിംഗ് ദ പുവർ. ഓക്കെ, വെരി ഇമ്പോർട്ടന്റ് ആണ്. അതിനായി കുറെ സമയം മാറ്റി വെക്കാറുണ്ട് എന്നൊക്കെയുള്ള ഒരു അർത്ഥമാണ് ഡിവോട്ടഡ് ടു, ഒഴിഞ്ഞു വെക്കുക എന്നുള്ളൊരു അർത്ഥമാണ് വരുന്നത്. ഓക്കെ, അല്ലെങ്കിൽ അതിന് ഭയങ്കര ഒരു ഫാനാണെന്നോ എന്നൊക്കെ ഉള്ളൊരു അർത്ഥം. ഷീ ഈസ് ഡിവോട്ടഡ് ടു ഹെൽപ്പിംഗ് ദ പുവർ. ഓക്കെ, പുവർ, POOR, പുവർ. അടുത്ത ഇൻ അഡീഷൻ ടു, കൂടാതെ എന്നൊക്കെ പറയില്ല. ഇൻ അഡീഷൻ ടു, അത് കൂടാതെ. ഓക്കെ, നോക്കി, ഇൻ അഡീഷൻ ടു ഇത്, ഇൻ അഡീഷൻ ടു സ്റ്റഡി ഹി വർക്ക്സ് പാർട്ട് ടൈം. ഇൻ അഡീഷൻ ടു സ്റ്റഡി ഹി വർക്ക്സ് പാർട്ട് ടൈം. നിങ്ങൾ പലരും അങ്ങനെ ചെയ്യുന്നുണ്ടോ? ജോലിക്ക് പോയി ജോലിയുടെ കൂടെ പഠിക്കുന്ന ആൾക്കാരുണ്ടാവും. ഓക്കെ, ഇൻ അഡീഷൻ ടു സ്റ്റഡി ഹി വർക്ക്സ് പാർട്ട് ടൈം. പാർട്ട് ടൈം ജോലിക്ക് പോകുന്നുണ്ട്. പഠിക്കുന്നു കൂടാണ്ട് പാർട്ട് ടൈം ജോലിക്ക് പോകുന്നുണ്ട്. ഓക്കെ, അടുത്ത നോക്കിയേ, ഒബ്ജക്റ്റ് ടു. ഐ ഒബ്ജക്ട്, കോടതിയിലെ കേട്ടില്ല, ഐ ഒബ്ജക്ട്, ഒബ്ജക്ട് യുവർ ഓണർ. ഐ ഒബ്ജക്ട് എന്ന് വെച്ചാൽ എന്താണ്? എതിർക്കുക. ഐ ഒബ്ജക്ട് ടു ബീയിങ് ട്രീറ്റഡ് അൺഫെയർലി. ഐ ഒബ്ജക്ട് ടു ബീയിങ് ട്രീറ്റഡ് അൺഫെയർലി. ഓക്കെ, അടുത്തത് ഓയിങ് ടു എന്ന് വെച്ചാൽ നമ്മൾ ആർക്കാണ് കടപ്പെട്ടിരിക്കുക എന്നുള്ളത്. ഓയിങ് ടു, അവിടെ എന്താണ്? ഓയിങ് ടു ഹെവി റെയിൻ ദ മാച്ച് വാസ് പോസ്റ്റ്പോൺഡ്. ഹെവി റെയിൻ കാരണം മാച്ച് പോസ്റ്റ്പോൺ ചെയ്തു. ബട്ട് അവിടെ ING ഫോം യൂസ് ചെയ്യണം എന്നുള്ളതാണ് നമ്മുടെ കൺസെപ്റ്റ്. ഓയിങ് ടു ഹെവി റെയിൻ, ഓയിങ് ടു ഹെവി റെയിൻ ദ മാച്ച് വാസ് പോസ്റ്റ്പോൺഡ്. ഓക്കെ, അടുത്ത നോക്കി, ഗീവൺ ടു. ഗീവൺ ടു എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു തരം അഡിക്റ്റ് ആയി എന്നുള്ള അർത്ഥമാണ് ഗീവൺ ടു. ഓക്കെ, അല്ലെങ്കിൽ അത് അവന്റെ ഒരു ശീലമാണ്. ഇവിടെ ഒരു ഹാബിറ്റ് എന്നുള്ള ഒരു അർത്ഥമാണ് വരുന്നത്. ഹീസ് ഗിവൺ ടു ഡ്രിങ്കിങ്. ഓക്കെ, മദ്യപാന ശീലമുള്ള ആളാണ്. ഹീസ് ഗിവൺ ടു ഡ്രിങ്കിങ്. ഓക്കെ, ഹീസ് ഗിവൺ ടു ഡ്രിങ്കിങ്. അടുത്ത് നോക്കിയേ, ടേക്കൺ ടു. ടേക്കൺ ടു, ടേക്കൺ ടു അവിടെ നിൽക്കട്ടെ. പ്രോൺ ടു എടുക്കാം. പ്രോൺ ടു, പ്രോൺ ടു എന്ന് വെച്ചാൽ എന്താണ്? എക്സാമ്പിൾ, ഹീസ് പ്രോൺ ടു മേക്കിംഗ് മിസ്റ്റേക്സ്. യൂഷ്വലി മിസ്റ്റേക്സ് ഉണ്ടാക്കാറുണ്ട് എന്നുള്ള അർത്ഥമാണ്. ഹീസ് പ്രോൺ ടു മേക്കിംഗ് മിസ്റ്റേക്സ്. പ്രോൺ ടു. മുമ്പ് മറ്റേ ഒബ്ജക്റ്റീവ് പറഞ്ഞപ്പം അതിനകത്ത് അല്ല, ഒബ്ജക്റ്റീവ് അല്ല, പോയിന്റ് പറഞ്ഞപ്പോ അതിനകത്ത് ജെറണ്ടുള്ള സെന്റൻസ് അല്ല ഞാൻ പറഞ്ഞത്. ഓക്കെ, പോയിന്റുവിന്റെ എക്സാമ്പിൾ ഒന്ന് മാറ്റി എഴുതിക്കാം. ഞാൻ നല്ലൊരു എക്സാമ്പിൾ പറയാം. Okay, the meeting was delayed. The meeting was delayed owing to everyone being late. ING form, being late. എല്ലാവരും താമസിച്ചു വന്നുകൊണ്ട് മീറ്റിംഗ് ഡിലേഡ് ആയി. Okay, the meeting was delayed owing, delayed, DELAYED, delayed owing to everyone being late. എല്ലാവരും താമസിച്ചു വന്നുകൊണ്ട് മീറ്റിംഗ് ഡിലേ ചെയ്തു.
അല്ലെങ്കിൽ ഡിലേ ആയി. ഓക്കെ. ഓക്കെ, താഴെ കുറച്ച് എക്സാമ്പിൾസ്, നമ്മൾ പറഞ്ഞ എക്സാമ്പിൾസ് ഒക്കെ ഉണ്ട്. ഹി യൂസ് ടു ഡ്രൈവിംഗ് ഓൺ ദ റൈറ്റ് വെൻ ഹി വാസ് ഇൻ ലണ്ടൻ. ഓക്കെ, ഹി ഈസ് ഗിവൺ ടു ഡ്രിങ്കിങ്, അത് നമ്മൾ പറഞ്ഞായിരുന്നു. ഓക്കെ, ഫൈൻ. അടുത്ത് നോക്കിയേ. ഒബ്ജക്റ്റ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത. ദേ ഡിസ്കസ്ഡ് മൂവിങ് ടു എ ന്യൂ സിറ്റി. ഓക്കെ, ഹിയർ ഓൾസോ മൂവിങ് ഈസ് എ ജെറണ്ട്, ing ഫോം ആണ്. ഓക്കെ, വെർബ് പഠിച്ച് നിങ്ങൾ പഠിച്ചില്ലേ, ഗ്രാമർ പഠിച്ച്. അപ്പം നമുക്ക് കുറച്ച് ഇഡിയംസ് പഠിക്കാം. നോട്ട് തന്നോളാം. ഓക്കെ, ഇഡിയംസ് എനിക്കും പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവമായിരുന്നു. നമ്മൾ കേട്ട് പരിചയമുള്ള സാധനങ്ങളാണ്, പഠിക്കാനും നല്ല രസമാണ്, കുറെയൊക്കെ ഓർത്തിരിക്കുകയും ചെയ്യും. ഓക്കെ, ഇൻട്രസ്റ്റ് നോക്കി. എ ബ്ലെസ്സിങ് ഇൻ ഡിസ്ഗൈസ് എന്ന് വെച്ചാൽ എന്താണ്? മലയാളത്തിൽ പറയുന്നത് എന്താ? ഉർവശി ശാപം ഉപകാരം എന്ന് പറയല്ലേ, അതാണ് എ ബ്ലെസ്സിങ് ഇൻ ഡിസ്ഗൈസ്. നമുക്ക് ആദ്യം അത് നമുക്ക് മേലെ ഉള്ള ഒരു ശാപം പോലെ തോന്നുമെങ്കിലും പിന്നെ നമുക്കത് ഉപകാരപ്പെടും. എ ഗുഡ് തിങ് ദാറ്റ് സീം ബാഡ് അറ്റ് ഫസ്റ്റ്. ആദ്യം ബാഡ് ആയിട്ട് തോന്നുമെങ്കിലും പിന്നീട് നമുക്ക് നന്നായിട്ട് വരുന്ന കാര്യങ്ങളാണ് ഉർവശി ശാപം. ലൈക്ക് ദാറ്റ്, എ ബ്ലെസ്സിങ് ഇൻ ഡിസ്ഗൈസ്. ഓക്കെ, ഇത് ഏറ്റവും കോമൺലി ചോദിച്ചു വരുന്ന ഇഡിയംസ് ഞാൻ കമ്പൈൽ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. സോ നിങ്ങൾ എത്ര ഇഡിയംസ് മുന്നോട്ട് പഠിച്ചാലും ഇതെല്ലാം മസ്റ്റ് ആയിട്ട് പഠിച്ചിരിക്കണം. ഓക്കെ, ഇത് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന അല്ലെ കണ്ടുവരുന്ന ഇഡിയംസ് ആണ്. ഓക്കെ, അടുത്ത് നോക്കിയേ. എ ഡൈം എ ഡസൺ. എ ഡൈം എ ഡസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ സംതിങ് കോമൺ ഓർ ചീപ്പ്. ഓക്കെ, ഇപ്പം നമുക്കിവിടെ ഭയങ്കരമായിട്ട് വാല്യൂ ഉള്ള എന്തെങ്കിലും സാധനം ഒരിടത്ത് ഒരുപാടുണ്ടെങ്കിൽ അവിടെ ഇതിന് ഈ പറയുന്ന വാല്യൂ കിട്ടത്തില്ല, ഈ പറയുന്ന പൈസയും കിട്ടത്തില്ല. ഓക്കെ, ഇപ്പം ഗോൾഡ് ഒക്കെ ഒരുപാടുണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഈ പറയുന്ന പൈസ ഒന്നും ഗോൾഡിന് വരത്തില്ല. ബിക്കോസ് ഇറ്റ്സ് എ ഡയമണ്ട് ഡസൺ. എല്ലായിടത്തും ഉണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്, ആർക്കും ആക്സസിബിൾ ആണ്. അപ്പൊ അതിനൊരു മൂല്യമില്ല. അപ്പൊ അതാണ് സംതിങ് കോമൺ ഓർ ചീപ്പ്. അടുത്ത നോക്കിയേ. ബീറ്റ് അറൌണ്ട് ദ ബുഷ്. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു വരുമ്പോൾ നമ്മൾ അയാളെ വിഷമിപ്പിക്കാതെ ഡയറക്റ്റ് പറയാണ്ട് നമ്മളിങ്ങനെ വളച്ചൊടിച്ചൊക്കെ പറയുന്നതിനാണ് ബീറ്റ് അറൌണ്ട് ദ ബുഷ്, അല്ലെ ബീറ്റിംഗ് അറൌണ്ട് ദ ബുഷ് എന്ന് പറയുന്നത്. ഓക്കെ, അല്ലെങ്കിൽ ചില നേതാക്കന്മാരൊക്കെ സംസാരിക്കുമ്പോൾ അവരുടെ മെയിൻ ടോപ്പിക്ക് പറയാണ്ട് അവരിങ്ങനെ കാട് കയറി ബാക്കിയുള്ള എല്ലാ വിഷയത്തെ പറ്റി സംസാരിക്കും. അവർക്ക് പറയേണ്ട കാര്യത്തെ പറ്റി മാത്രം സംസാരിക്കും. അങ്ങനെയുള്ളതിനെ പറയുന്നതാണ് ബീറ്റ് അറൌണ്ട് ദ ബുഷ്. അവോയ്ഡ് സെയിങ് സംതിങ് ഡയറക്ട്ലി പറയാണ്ട് പറയില്ല, അതാണ് ബീറ്റ് അറൌണ്ട് ദ ബുഷ്. ഓക്കെ, ബ്ലെസ്സിങ് ഇൻ ഡിസ്ഗൈസ് പഠിച്ചു, ഡൈമണ്ട് ഡസൺ പഠിച്ചു, ബീറ്റ് അറൌണ്ട് ദ ബുഷ് പഠിച്ചു. അടുത്ത് നോക്കിയേ. ബൈറ്റ് ദ ബുള്ളറ്റ്. ഓക്കെ, ബൈറ്റ് ദ ബുള്ളറ്റ്. നമുക്കറിയാം ഒരു ബുള്ളറ്റ് നമുക്ക് നേരെ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ഫോഴ്സിലാണ് അത് വരുന്നു, അത് നമ്മളെ എങ്ങനെയൊക്കെ ഹേർട്ട് ചെയ്യും ഇതറിയാം. സോ ആ ബുള്ളറ്റ് എടുത്ത് കടിക്കുകയാണെങ്കിലോ ഇറ്റ്സ് കൈൻഡ് ഓഫ് ബ്രൈവറിയാണ്, നടക്കുന്ന കാര്യമല്ല, ബട്ട് ബ്രൈവറിയാണ്, പെയിൻഫുൾ ആണ്. അപ്പോൾ ഇവിടെ നോക്കി. എൻഡ്യൂർ എ പെയിൻഫുൾ എക്സ്പീരിയൻസ് ബ്രേവ്ലി. ധൈര്യത്തോടെ ഒരു പെയിൻഫുൾ എക്സ്പീരിയൻസിനെ നേരിടുക, അതിനാണ് എന്ത് പറയുന്നത്? ബൈറ്റ് ദ ബുള്ളറ്റ്. ഓക്കെ, അടുത്തത് ബ്രേക്ക് എ ലെഗ്. ഒരു കാലൊടിക്കുക എന്നുള്ള അർത്ഥമാണോ? ആക്ച്വലി എ ഗുഡ് മീനിങ്, ഗുഡ് ലക്ക്. നിങ്ങളുടെ ഫ്രണ്ട്സ് ഒരു എക്സാം എഴുതാൻ പോവുകയാണ്, നിങ്ങൾക്ക് പറയാം ബ്രേക്ക് എ ലെഗ്. ഓക്കെ, അവരും അവർക്കും ഈ ഇടിയം അറിയാമെങ്കിൽ കുഴപ്പമില്ല, അല്ലെങ്കിൽ ബാക്കിയൊക്കെ നിങ്ങളുടെ ഭാഗ്യം പറയും. ഓക്കെ, ബ്രേക്ക് എ ലെഗിന്റെ അർത്ഥം എന്തായാലും ഗുഡ് ലക്ക് ആണ്.
അത് നോക്കിയേ, ക്വാളിറ്റി ഡേ. ക്വാളിറ്റി ഡേ, ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിൽ, അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ഒരു ദിവസം മൊത്തം നിങ്ങൾ പഠിച്ചു, 5 മണി വരെ കണ്ടിന്യൂസ് നിങ്ങൾ പഠിച്ചു, നിങ്ങൾ തളർന്നു, അത് നിങ്ങൾക്ക് പറയാം, നിങ്ങളുടെ കൂട്ടുകാരോട് പറയാം, ലെറ്റ്സ് ക്വാളിറ്റി ഡേ. എന്ന് വെച്ചാൽ എന്താണ്, നമുക്ക് ഇന്നത്തേക്ക് മതിയാക്കാം, ഇന്നത്തേക്ക് നിർത്താം എന്നുള്ള അർത്ഥമാണ് ക്വാളിറ്റി ഡേ. സ്റ്റോപ്പ് വർക്കിംഗ് ഓൺ സംതിങ്. തൽക്കാലം നമുക്ക് നിർത്താം, പിന്നെ തുടങ്ങാം. ഓക്കെ, അതാണ് ക്വാളിറ്റി ഡേ. അത് നോക്കിയേ, കട്ട് സംബഡി സം സ്ലാക്ക്. ആ സംബടിയുടെ സ്ഥാനത്ത് നമ്മൾ ആരെയും ചേർക്കും. ഇപ്പം നമ്മള് എന്താണ്, ഒരു ഇന്റർവ്യൂ, ഒരു ഇന്റർവ്യൂവില് നമ്മളിവിടെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാനിരിക്കുകയാണ്. ആ പാനലിൽ ഒരു 4-5 പേരുണ്ട്. അപ്പൊ ഒരാളിങ്ങനെ നമുക്ക് അറിയാത്ത ക്വസ്റ്റ്യൻസ് തന്നെ തന്നെ ചോദിച്ച് നമ്മളിങ്ങനെ വിഷമിപ്പിച്ചോണ്ടിരിക്കുകയാണ്. അപ്പൊ അടുത്തിരിക്കുന്ന ആൾക്ക് പറയാം, പ്ലീസ് കട്ട് ഹിം സം സ്ലാക്ക്. എന്ന് വെച്ചാൽ എന്താണ്, ഒരുപാട് ക്രിട്ടിക്കൽ ആവാതെ അവനെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കാതെ കുറച്ച് അലിവ് കാണിക്കുക എന്ന് പറയുന്നതിനാണ് ഡോണ്ട് ബി ടു ക്രിട്ടിക്കൽ. കട്ട് സംബഡി സം സ്ലാക്ക്. കട്ട് ഹിം എ സ്ലാക്ക്. കട്ട് ഹിം സം സ്ലാക്ക്. ഓക്കെ, ഡോണ്ട് ബി ടു ക്രിട്ടിക്കൽ. അടുത്ത് നോക്കിയേ, കട്ടിങ് കോർണേഴ്സ്. ഡൂയിങ് സംതിങ് ചീപ്ലി ഓർ കെയർലെസ്ലി. കട്ടിങ് കോർണേഴ്സ് അത്ര നല്ലതൊന്നുമല്ല. ഡൂയിങ് സംതിങ് ചീപ്ലി ഓർ കെയർലെസ്ലി ആണ്. ഓക്കെ, കട്ടിങ് കോർണേഴ്സ്. അടുത്ത് നോക്കിയേ, ഗെറ്റ് ഔട്ട് ഓഫ് ഹാൻഡ്. കയ്യിന്ന് പോയി എന്ന് പറയുന്നില്ല മലയാളത്തില്, അതെന്റെ കയ്യിന്ന് പോയി, ആ സെയിം മീനിങ് ആണ്. ബിക്കം അൺകൺട്രോളബിൾ. നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിലോട്ടായി, കയ്യിന്ന് പോയി. ഗെറ്റ് ഔട്ട് ഓഫ് ഹാൻഡ്, ഗെറ്റിംഗ് ഔട്ട് ഓഫ് ഹാൻഡ്. ഇറ്റ് ഗോട്ട് ഔട്ട് ഓഫ് മൈ ഹാൻഡ്. ഓക്കെ, ബിക്കം അൺകൺട്രോളബിൾ. അടുത്ത് നോക്കിയേ, ഗെറ്റ് യുവർ ആക്ട് ടുഗദർ. ഗെറ്റ് യുവർ ആക്ട് ടുഗദർ. ഇംപ്രൂവ് യുവർ ബിഹേവിയർ ഓർ പെർഫോമൻസ്. നമ്മളിപ്പോ എന്തെങ്കിലും ദേഷ്യപ്പെട്ട് സംസാരിക്കുകയോ അതല്ലെങ്കിൽ ഭയങ്കര നിരാശപ്പെട്ട ആരെയൊക്കെ ഇങ്ങനെ വഴക്ക് പറയുക അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടൊക്കെ ഇരിക്കുകയാണെങ്കിൽ നമ്മളോട് ഒരാളെന്ന് പറയാം, ഗെറ്റ് യുവർ ആക്ട് ടുഗദർ. ഓക്കെ, നീ ഇത് നന്നാക്കുക, അല്ലെങ്കിൽ നീ ഇത് മര്യാദയ്ക്കാവുക. ഓക്കെ, നീ അല്ലാണ്ടാവുന്നു. ലൈക്ക് ദാറ്റ്, ഗെറ്റ് യുവർ ആക്ട് ടുഗദർ. അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ ഒരു ബുക്ക് റൈറ്ററാണ്, അല്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു സ്റ്റേജ് ആക്ടറാണ്, അവരോട് പറയാണ് ഗെറ്റ് യുവർ ആക്ട് ടുഗദർ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി ഇംപ്രൂവ് ചെയ്യാൻ എന്നൊക്കെ ഉള്ള അർത്ഥമാണ്. അടുത്ത് നോക്കിയേ, ഗീവ് സംവൺ ദ ബെനിഫിറ്റ് ഓഫ് ഡൗട്ട്. എന്ന് വെച്ചാൽ എന്താണ്, ഇവൻ പറയുന്ന സത്യമാണെന്ന് നമുക്ക് ഏകദേശം കള്ളമാകുന്നൊരു 99% ഉറപ്പാണ്. പക്ഷെ നമുക്ക് ആ 1% പറയുന്ന സത്യമാണോ എന്നൊരു ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മൾ ആ ഡൗട്ടിന്റെ ബെനിഫിറ്റ് അവന് കൊടുക്കണം. ഈ കോടതികളിലൊക്കെ യൂസ് ചെയ്യുന്നതാണ്. ഓക്കെ, സംശയം നമുക്ക് ക്ലിയർ കട്ടായിട്ട് തെളിയിക്കാൻ പറ്റണം. അപ്പോൾ സംശയങ്ങൾ ബാക്കി നിൽക്കുവാണെങ്കിൽ ആ 1% അവൻ കുറ്റവാളി ആവാണ്ടിരിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് ആ ട്രസ്റ്റിന്റെ ബെനിഫിറ്റ് അവൻ കൊടുക്കണം എന്ന് പറയണം. ട്രസ്റ്റ് വാട്ട് ദേ സേ, ഗിവ് സംവൺ ദ ബെനിഫിറ്റ് ഓഫ് ദ ഡൗട്ട്. പറയുന്നത് വിശ്വസിക്കുക. ഓക്കെ, അടുത്ത നോക്കിയേ, ഗോ ബാക്ക് ടു ദ ഡ്രോയിങ് ബോർഡ്. എന്ന് വെച്ചാൽ ഒന്നീന്ന് തുടങ്ങുക എന്നുള്ള അർത്ഥമാണ്. ഗോ ബാക്ക് ടു സ്ക്വയർ വൺ എന്നൊരു ഇഡിയം കൂടിയുണ്ട്. ഗോ ബാക്ക് ടു സ്ക്വയർ വൺ സെയിം മീനിങ് ആണ്. നമ്മൾ ഒരു വരെ എത്തി, ഇപ്പൊ പാമ്പും കോണിയും കളിക്കുമ്പോൾ ഏറ്റവും ലാസ്റ്റത്തെ പാമ്പിന്റെ വായിന്ന് പെട്ട് കഴിഞ്ഞാൽ ഏറ്റവും താഴെ വരും. ഗോ ബാക്ക് ടു സ്ക്വയർ വൺ ആണ്. എന്നിട്ട് ഒന്നേന്ന് പിന്നെ ഒന്നുകൂടി തുടങ്ങും. ഒന്നേന്ന് തുടങ്ങുക എന്നുള്ള അർത്ഥമാണ്. ഗോ ബാക്ക് ടു ഡ്രോയിങ് ബോർഡ് എന്ന് പറഞ്ഞാൽ സെയിം ആണ്. ഇപ്പൊ ഒരു എക്സാമ്പിൾ ഒക്കെ പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മള് എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ പുതിയതായിട്ട് എന്തെങ്കിലും സാധനം ഉണ്ടാക്കാൻ നോക്കുന്നു, നമ്മൾ ആദ്യം എന്ത് ചെയ്യും, അതിന്റെ ഒരു മോഡൽ ഒരെണ്ണം വരച്ച് വെക്കുകയോ ഉണ്ടാക്കി വെക്കുകയോ ഒക്കെ ചെയ്യും. എന്നിട്ട് അതിനെ ബേസ് ചെയ്താണ് സാധനം ഉണ്ടാക്കുന്നത്. അപ്പൊ ഉണ്ടാക്കി വന്നപ്പോഴാണ് മനസ്സിലാവുന്നത് ഇത് ശരിയായിട്ടില്ല, ഇതിന്റെ എന്താണ് ഇതിന്റെ മേക്കിംഗ് ശരിയായിട്ടില്ല എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ ആ സ്കെച്ചില് ആ ഫസ്റ്റത്തെ ഡ്രോയിങ്ങിന് എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ഒന്നുകൂടെ തിരിച്ചു വന്ന് ആ ഡ്രോയിങ്ങിൽ നിന്ന് ഒന്നുകൂടെ തുടങ്ങുകയാണ്, ഒന്നേന്ന് തുടങ്ങുകയാണ്. അപ്പൊ അതാണ് ഗെറ്റ് ബാക്ക് ടു ദ ഡ്രോയിങ് ബോർഡ്. സ്റ്റാർട്ട് ഓവർ ചെയ്യുക, ഒന്നേന്ന് തുടങ്ങുക. ഓക്കെ, അടുത്ത നോക്കിയേ, ഹാങ് ഇൻ ദെയർ. ഹാങ് ഇൻ ദെയർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഡോണ്ട് ഗീവ് അപ്പ്.
ഓക്കെ, നിരാശനാവരുത്, ഉപേക്ഷിക്കരുത് എന്നുള്ള അർത്ഥമാണ് ഹാങ് ഇൻ ദയർ എന്ന് വെച്ചാൽ ഡോണ്ട് ഗീവ് അപ്പ്. നീ പിടിച്ചു നിൽക്കുക. എക്സാംസ്, നിങ്ങളിപ്പോ എക്സാംസ് എഴുതുമ്പോൾ ആരിലൊക്കെ ഇങ്ങനെ പറയാണ് ഇതൊക്കെ നിർത്ത, ഇതൊന്നും കിട്ടത്തില്ല അങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മൾ നിങ്ങളോട് പറയുന്നത് എന്താണ്? യു ഹാങ് ഇൻ ദയർ. ഓക്കെ, ഡോണ്ട് ഗീവ് അപ്പ്. ഓക്കെ, നെക്സ്റ്റ്. ഹിറ്റ് ദ സാക്ക്. ഹിറ്റ് ദ സാക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോ ടു ബെഡ് എന്നാണ്. ഹിറ്റ് ദ സാക്ക്, ഗോ ടു ബെഡ്. ഓക്കെ, ഇതേപോലെ തന്നെ ഒരെണ്ണമുണ്ട് ഹിറ്റ് ദ ബക്കറ്റ്. അങ്ങനെ കുറച്ച് നമുക്ക് കൺഫ്യൂസിങ് ആയിട്ടുള്ള ഇഡിയംസ് ഉണ്ട്, ഒരേപോലെ ഇരിക്കും പക്ഷെ ഡിഫറെന്റ് മീനിങ്. ഹിറ്റ് ദ സാക്ക് ഗോ ടു ബെഡ് ആണ്, ബട്ട് ഓക്കെ അത് ഹിറ്റ് ദ ബക്കറ്റ് അല്ല, കിക്ക് ദ ബക്കറ്റ്. കിക്ക്, കിക്ക് ദ ബക്കറ്റ്. സോറി, കിക്ക് ദ ബക്കറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മരിച്ചു പോവാന്നുള്ള അർത്ഥമാണ്. കിക്ക് ദ ബക്കറ്റ്, മരിച്ചു പോവാ. ഹിറ്റ് ദ സാക്ക് അത് നോക്കിയേ, ഇറ്റ്സ് നോട്ട് റോക്കറ്റ് സയൻസ്. നമ്മൾ കേട്ടിട്ടുള്ള എന്ന് വെച്ചാൽ ഇത് വലിയ കാര്യമൊന്നുമല്ല, പെട്ടെന്ന് ചെയ്യാവുന്നേ ഉള്ളൂ എന്നുള്ള അർത്ഥമാണ്. ഇറ്റ്സ് നോട്ട് റോക്കറ്റ് സയൻസ്, ഇറ്റ് ഈസ് നോട്ട് കോംപ്ലിക്കേറ്റഡ്. ഓക്കെ, അടുത്ത നോക്കിയേ, ലെറ്റ് സമ്മൺ ഓഫ് ദ ഹുക്ക്. ലെറ്റ് സമ്മൺ ഓഫ് ദ ഹുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നോട്ട് ഹോൾഡ് സമ്മൺ റെസ്പോൺസിബിൾ. ഓക്കെ, അവനെ ആ റെസ്പോൺസിബിലിറ്റിയിൽ നിന്നും ഒഴിവാക്കുക എന്നുള്ള അർത്ഥമാണ് ലെറ്റ് സമ്മൺ ഓഫ് ദ ഹുക്ക്. ഓക്കെ, റെസ്പോൺസിബിലിറ്റിയിൽ നിന്നും ഒഴിവാക്കുക. അത് നോക്കിയേ, മേക്ക് എ ലോങ് സ്റ്റോറി ഷോർട്ട്. ഒന്ന് ചുരുക്കി പറയാമോ എന്ന് ചോദിക്കത്തില്ലേ ആരേലും? ബീറ്റിംഗ് അറൌണ്ട് ദ ബുഷ് ആണെങ്കിൽ, പറഞ്ഞു പാട് കയറി പോവുകയാണെങ്കിൽ നമ്മൾ എന്ത് പറയും? ഒന്ന് ഷോർട്ടാക്കി പറയാമോ? ടെൽ സംതിങ് ബ്രീഫ്ലി. മേക്ക് എ ലോങ് സ്റ്റോറി ഷോർട്ട്. അടുത്ത് നോക്കിയേ, മിസ് ദ ബോട്ട്. മിസ് ദ ബോട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ മിസ് ദ ഒരു ബോട്ട് സെയിൽ ചെയ്ത് പോയാൽ അതൊന്ന് പോയി, പിന്നെ നമുക്കത് കിട്ടത്തില്ല. ദാറ്റ് ഈസ് മിസ് ദ ബോട്ട്, മിസ് ആൻ ഓപ്പർച്യൂണിറ്റി. നിങ്ങളുടെ ഈ എക്സാംസ് എന്ന് പറയുന്നത് ആ ഒരു ബോട്ടാണ്. വൺസ് ദ ബോട്ട് ഈസ് മിസ്ഡ് ഇറ്റ്സ് നെവർ ഗോയിങ് ടു, നെവർ എന്ന് പറയാൻ പറ്റത്തില്ല, അറ്റ്ലീസ്റ്റ് ഈ വർഷമെങ്കിലും നമുക്ക് തിരിച്ചു പിടിക്കാൻ പറ്റത്തില്ല. അപ്പം നമ്മൾ കാര്യമായിട്ട് അധ്വാനിക്കുക. മിസ് ദ ബോട്ട് എന്ന് വെച്ചാൽ മിസ് ആൻ ഓപ്പർച്യൂണിറ്റി. അത് നോക്കി, പുൾ യുവർ സെൽഫ് ടുഗദർ. മുമ്പ് ഞാൻ പറഞ്ഞ പോലെ തന്നെ എന്തെങ്കിലും വയലന്റ് ആയിട്ട് സംസാരിക്കുകയോ അല്ലെങ്കിൽ ദേഷ്യപ്പെടുകയോ ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് പറയാം പുൾ യുവർ സെൽഫ് ടുഗദർ എന്ന് വെച്ചാൽ എന്താണ്? ശാന്തനാവുക. ഓക്കെ, കാം ഡൗൺ. പുൾ യുവർ സെൽഫ് ടുഗദർ. ഓക്കെ, സ്പീക്ക് ഓഫ് ദ ഡെവിൾ. നമ്മൾ എപ്പോഴും പറയുന്ന സ്പീക്ക് ഓഫ് ദ ഡെവിൾ എന്ന് വെച്ചാൽ പറഞ്ഞ് നാക്ക് വായിലോട്ട് ഇട്ടേ ഉള്ളൂ എന്ന് പറയത്തില്ലേ, അതാണ് സ്പീക്ക് ഓഫ് ദ ഡെവിൾ. വെൻ സമ്മൺ യു ആർ ടോക്കിംഗ് അബൌട്ട് അപ്പിയർ. നമ്മൾ ഒരാളെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വെറുതെ നിങ്ങൾ കയറി അവനെ നിങ്ങൾ കയറി വരികയാണ് നമ്മളെന്ന് പറയും, ഇതിനെപ്പറ്റി പറഞ്ഞിപ്പം നാക്ക് വായിലോട്ട് കിട്ടതേ ഉള്ളൂ എന്ന് പറയത്തില്ല, അതാണ് സ്പീക്ക് ഓഫ് ദ ഡെവിൾ. വെൻ സമ്മൺ യു ആർ ടോക്കിംഗ് അബൌട്ട് അപ്പിയേഴ്സ്, അപ്പൊ തന്നെ കടന്നു വരികയാണെങ്കിൽ. അടുത്ത് നോക്കിയേ, അണ്ടർ ദ വെദർ എന്ന് വെച്ചാൽ എന്താണ്? ഫീലിംഗ് സിക്കാണ്. ഓക്കെ, അണ്ടർ ക്ലൗഡ് എന്തായിരുന്നു? ആരും പറഞ്ഞ നമ്മൾ നേരത്തെ പഠിച്ച അണ്ടർ എ ക്ലൗഡ്. നേരത്തെ ഇടിയം പഠിച്ചപ്പോൾ പഠിച്ച ആരേലും പറയണം. ചാറ്റില് ടൈപ്പ് ചെയ്താലും മതി, ഇല്ലെങ്കിൽ വോയിസ് ആണെങ്കിൽ പറയാം. അണ്ടർ എ ക്ലൗഡ് നമ്മൾ തുടക്കത്തിൽ കുറച്ച് ഇഡിയംസ് പഠിച്ചായിരുന്നു, അന്ന് പഠിച്ചത്. സംശയത്തെ എന്താ? കേൾക്കത്തില്ലായിരുന്നു. ഓർമ്മയില്ലെങ്കിൽ ബുക്ക് പറിച്ച് നോക്കി, ഇതൊന്നും എഴുതി വെക്കുന്ന ഒന്നുമില്ലേ? എന്താണ്? അണ്ടർ എ ക്ലൗഡ്.
പോരാ പോരാ, പഠിത്തം പോരാ. സംശയത്തിന്റെ നിഴലിൽ അങ്ങനെ വല്ലത്. അത് തന്നെ, കറക്റ്റ്. സംശയത്തിന്റെ നിഴലിൽ, അണ്ടർ സസ്പിഷൻ. കറക്റ്റ്. കുറച്ചുകൂടെ ഉണ്ടല്ലേ. ഇത്ര പഠിച്ചുള്ളൂ, എന്നിട്ട് ഒരുപാട് പഠിച്ച പോലെ. ഓക്കെ, നോക്കി ഈ പേജ് തീർക്കാം. ദ ബോൾ ഈസ് ഇൻ യുവർ കോർട്ട്. എല്ലാവർക്കും അറിയാം. ഇപ്പം പന്ത് നിന്റെ കോർട്ടിലാ എന്ന് വെച്ചാൽ എന്താണ്? ഇറ്റ് ഈസ് യുവർ ഡിസിഷൻ നൗ. നീയാണ് തീരുമാനം എടുക്കേണ്ടത്. പന്ത് നിന്റെ കോർട്ടിലാണ്, അല്ലെ നിനക്ക് ഫേവർ ആണ്. നിനക്ക് ഡിസിഷൻ എടുക്കാൻ പറ്റും. നിനക്കാണ് ഇപ്പൊ ഫേവർ. അതാണ് ദ ബോൾ ഈസ് ഇൻ യുവർ കോർട്ട്. അടുത്ത് നോക്കി, ത്രോ ഇൻ ദ ടവൽ. ടവൽ താഴേക്ക് ഇടുക എന്ന് വെച്ചാൽ എന്താണ്? ഗീവ് അപ്പ്. ഗീവ് അപ്പ് ചെയ്യുക. ഗീവ് അപ്പ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ പറഞ്ഞല്ലോ, ഗീവ് അപ്പിന്റെ മലയാളം മലയാളം ഉപേക്ഷിക്കുകയല്ല. മലയാളം ഇവിടെ കിട്ടുന്നില്ല. ഓക്കെ, സംഭവം പിടി കിട്ടിയല്ലോ. ഗീവ് അപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാല് നിർത്തുക എന്നുള്ള അർത്ഥം. നിർത്തുക എന്നുള്ള അല്ല ഗീവ് അപ്പ്. കറക്റ്റാ മലയാളം വേണ്ടി നാക്കിന് തുമ്പത്തുണ്ട്, കിട്ടുന്നില്ല. പോട്ടെ, അടുത്ത് നോക്കിയേ. ബേൺ ദ മിഡ് നൈറ്റ് ഓയിൽ എന്ന് വെച്ചാൽ എന്താണ്? ബേൺ ദ മിഡ് നൈറ്റ് ഓയിൽ. പണ്ടൊക്കെ ആണെങ്കിൽ കറണ്ടൊന്നും ഇല്ലാണ്ടിരുന്ന സമയത്ത് മണ്ണെണ്ണ വിളക്ക് കത്തിച്ച് വെച്ചിട്ട് പഠിക്കുക അല്ലെങ്കിൽ വർക്ക് ചെയ്യുക. അപ്പൊ എന്താണ് ശരിക്കും സംഭവിക്കുന്നത്? ആ മിഡ് നൈറ്റിൽ ഇരുന്ന് നമ്മൾ ആ മണ്ണെണ്ണ വിളക്ക് കത്തിച്ച് മണ്ണെണ്ണ കത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ബേൺ ദ മിഡ് നൈറ്റ് ഓയിൽ. ഈ ഇഡിയംസ് എന്നൊക്കെ പറയുന്നത് നമ്മൾ ഇപ്പൊ ഉണ്ടാക്കിയതല്ല. പഴഞ്ചൊല്ലുകളാണ്, പഴയ ചൊല്ലുകളാണ്. അപ്പൊ പണ്ട് തൊട്ടേ പറഞ്ഞു വന്നിരുന്ന വാക്കുകളാണ് ഇപ്പോഴും നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത്. പുതുതായിട്ട് കണ്ടുപിടിച്ചു വന്നതല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ പണ്ടത്തെ രീതികളും കാര്യങ്ങളൊക്കെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതായിരിക്കും എല്ലാ ഇഡിയംസും നമ്മുടെ മലയാളത്തിലുള്ള പഴഞ്ചൊല്ലുകളും. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കി, ബേൺ ദ മിഡ് നൈറ്റ് ഓയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർക്ക് ലേറ്റ് ഇൻ ടു ദ നൈറ്റ് ആണ്. രാത്രിയില് ലേറ്റ് ആയിട്ടിരുന്ന് വർക്ക് ചെയ്യുക. അടുത്ത് നോക്കി, ഹിറ്റ് ദ നെയിൽ ഓൺ ദ ഹെഡ്. കറക്റ്റ് ആണ് അടിക്കുക എന്ന് വെച്ചാൽ എന്താണ്? കറക്റ്റ് കൊള്ളേണ്ട അടുത്ത് കൊള്ളുക എന്ന് പറയില്ലേ, അതാണ്. ബി എക്സാക്ട്ലി റൈറ്റ്. ബി എക്സാക്ട്ലി റൈറ്റ്, കറക്റ്റ് ആയിരിക്കും. ഓക്കെ, അടുത്ത് നോക്കി, ലെറ്റ് ദ ക്യാറ്റ് ഔട്ട് ഓഫ് ദ ബാഗ്. ലെറ്റ് ദ ക്യാറ്റ് ഔട്ട് ഓഫ് ദ ബാഗ് എന്ന് വെച്ചാൽ എന്താണ്? പൂച്ചേനെ പുറത്ത് അടിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ റിവീൽ എ സീക്രട്ട് ആണ്. ആരുടെയും സീക്രട്ട് നമ്മൾ വേറെ ആരോടെങ്കിലും ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു ആർ ആക്ച്വലി ലെറ്റിംഗ്, അല്ലെങ്കിൽ യു ലെറ്റ് ദ ക്യാറ്റ് ഔട്ട് ഓഫ് ദ ബാഗ്. നമ്മൾ പൂച്ചേനെ പുറത്ത് അടിച്ചു, പൂച്ചേനെ ബാഗിൽ നിന്ന് എടുത്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആരുടെയും സീക്രട്സ് പബ്ലിക് ആക്കുക എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. റിവീൽ എ സീക്രട്ട്. അടുത്ത നോക്കിയേ, ജംപ് ഓൺ ദ ബാൻഡ് വാഗൺ. ജംപ് ഓൺ ദ ബാൻഡ് വാഗൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ആ ട്രെൻഡിന്റെ കൂടെ പോവുക എന്നുള്ളതാണ് ജംപ് ഓൺ ദ ബാൻഡ് വാഗൺ എന്ന് പറയുന്നത്. ഓക്കെ, ട്രെൻഡിന്റെ കൂടെ പോവുക. അടുത്ത, ബൈറ്റ് ഓഫ് മോർ ദാൻ യു ക്യാൻ ചൂ. നിങ്ങൾക്ക് ചവയ്ക്കാൻ പറ്റുന്നതിനേക്കാളും കൂടുതൽ കടിക്കുക. അങ്ങനെ കടിച്ചാൽ എന്താ സംഭവിക്കുന്നത്? നമുക്ക് പ്രയോജനം ഇല്ലാണ്ടായിപ്പോകും, നമുക്ക് അത് തിന്നാൻ പറ്റത്തില്ല. ദാറ്റ് ഈസ് ടേക്ക് ഓൺ ടു മച്ച്. ഓക്കെ, ബൈറ്റ് ഓഫ് മോർ ദാൻ യു ക്യാൻ ചൂ. ചവയ്ക്കാൻ പറ്റുന്നതിനും കൂടുതൽ കടിക്കുക. ഓക്കെ, അടുത്ത, കോസ്റ്റ് ആൻ ആം ആൻഡ് എ ലെഗ്. ഈ സാധനം മേടിച്ചു കഴിഞ്ഞാൽ നീ നിന്റെ കിഡ്നി വിൽക്കണം എന്ന് പറയുന്നതാണ് ആക്ച്വൽ മെനു. ഒരു കൈയും കാലുമാണ് ഇതിന്റെ ചെലവെന്ന് പറയുകയാണ്. ദറ്റ് ഈസ് വെരി എക്സ്പെൻസീവ്. നമ്മൾ ഡൊണേറ്റ് ചെയ്യേണ്ട വരുമെന്ന്. ഇതൊക്കെ നിങ്ങൾ ഓർത്ത് വെക്കാൻ വേണ്ടി പറയുന്നതാണ്. അങ്ങനെയൊന്നും അല്ല അതിന്റെ അർത്ഥം. അത്ര എക്സ്പെൻസീവ് ആണ് കാണിക്കുക. കോസ്റ്റ് ആൻ ആം ആൻഡ് എ ലെഗ്. ഇറ്റ് ഈസ് വെരി എക്സ്പെൻസീവ്. ഓക്കെ, അടുത്ത് നോക്കി, ക്രൈ ഓവർ സ്പിൽഡ് മിൽക്ക്. ക്രൈ ഓവർ സ്പിൽഡ് മിൽക്ക്. കംപ്ലൈൻ അബൌട്ട് സംതിങ് ദാറ്റ് ക്യാൻ ബി ചേഞ്ച്ഡ്. പാല് താഴെ തുളുമ്പിപ്പോയി, നമുക്ക് പിന്നെ ഒന്നും ചെയ്യാനില്ല, ഒപ്പിയെടുത്ത് കളയാന്നുള്ളതേ ഉള്ളൂ. അതിനെപ്പറ്റി പറഞ്ഞുകൊണ്ടിരുന്നിട്ടും കാര്യമില്ല. അപ്പൊ അതാണ്
നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യത്തിനെ പറ്റി കംപ്ലൈന്റ് ചെയ്തുകൊണ്ടിരിക്കുക. അതാണ് ക്രൈ ഓവർ സ്പിൽഡ് മിൽക്ക്. ഓക്കെ, അടുത്തത് നോക്കിയേ. ആക്ഷൻസ് സ്പീക്ക് ലൗഡർ ദാൻ വേർഡ്സ് എന്ന് വെച്ചാൽ എന്താണ്? നമ്മുടെ പ്രവൃത്തികൾ നമ്മുടെ വാക്കുകളേക്കാൾ കൂടുതൽ ഉച്ചത്തിൽ സംസാരിക്കും എന്ന് വെച്ചാൽ എന്താണ്? വാട്ട് യു ഡു ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ വാട്ട് യു സേ. ഇത് പറയുന്നതിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആണ് എന്ത്? പറഞ്ഞതെല്ലാം ഒരുപാട് വാഗ്ദാനങ്ങൾ കൊടുത്തിട്ട് ചെയ്യാണ്ടിരുന്നു കഴിഞ്ഞാൽ കാര്യമില്ല. ഓക്കെ, വാഗ്ദാനങ്ങൾ മാത്രം കൊടുത്തുകൊണ്ടിട്ട് കാര്യമില്ല. എന്താണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്? നമ്മൾ ചെയ്തോ എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. ദാറ്റ് ഈസ് വാട്ട് യു ഡു ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ വാട്ട് യു സേ. ഓക്കെ, നോക്കിയേ, ഇങ്ങനെ ഓടിച്ചു നോക്കിയേ, എല്ലാം നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ നോക്കിയേ. തുടക്കത്തിലെ പറഞ്ഞ അതിന്റെ മലയാളം മീനിങ്ങോ ഒക്കെ വെച്ച് കിട്ടുന്നുണ്ടോ നോക്കിയേ. Blessing in disguise, time in the sun, beat around the bush, bite the bullet, break a leg. അതൊന്നും മറക്കത്തില്ലായിരിക്കുമല്ലോ. ബ്രേക്ക് എ ലെഗ്, call it a day, somebody has slack, cutting corners. ഓക്കെ, നോക്കി ചുമ്മാ ഒന്ന് വായിച്ചു വിട്ടാൽ മതി. ചുമ്മാ ഓർക്കുന്നുണ്ടോ എന്ന് അറിയാനായിട്ട്. അങ്ങനെ നിങ്ങൾക്ക് അത് കാണുമ്പോൾ നിങ്ങൾ അത് ഓർക്കുന്നുണ്ടെങ്കിൽ, ഓർക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഇപ്പുറത്തെ സൈഡിൽ അതിന്റെ ആൻസർ കൂടെ നോക്കാം. ഓക്കെ, ഓക്കെ അല്ലേ? ഓക്കെ, യെസ്. അപ്പം ഇന്നത്തേക്ക് നിർത്താം. എനിക്ക് കുറച്ച് വൺ വേർഡ്സ് കൂടെ എടുക്കണം എന്നുണ്ടായിരുന്നു. ഞാനന്ന് പറഞ്ഞില്ലേ നമുക്കത് കാറ്റഗറൈസ് ചെയ്തിട്ട് എല്ലാത്തിനെ പറ്റി പഠിക്കണമെന്ന്. ഞാൻ അത് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇന്ന് എടുക്കാനുള്ള സമയം കിട്ടിയില്ല. നമുക്കത് അടുത്ത ക്ലാസ്സിൽ ഇതെല്ലാം പഠിക്കണം. ഓക്കെ, ഇന്ന് തൽക്കാലം നമ്മൾ ഇൻഫിനിറ്റീവ്സ് അതും ചേർക്കാൻ പറ്റിയില്ല. നമ്മൾ ജെറൻസ് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇൻഫിനിറ്റീവ്സ് കൂടെ ഉണ്ട്. അതുകൂടെ കംപ്ലീറ്റ് ചെയ്താലേ ഉള്ളൂ നമ്മുടെ ആ സെക്ഷൻ അങ്ങ് തീരത്തുള്ളൂ. ഓക്കെ, അപ്പൊ അതിന്റെ കൂടെ തന്നെ ഈ വൺ വേർഡ്. അപ്പൊ ഞാൻ ഇന്നൊരു കാര്യം ചെയ്യാം. ഈ വൺ വേർഡിന്റെ PDF കൂടെ ഗ്രൂപ്പിൽ ഇടാം. നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്ന് വായിച്ച് പഠിച്ചിരിക്കുക. അപ്പൊ അടുത്ത ക്ലാസ്സിൽ ഇത് എടുക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് എടുത്തും പോകാൻ നമുക്ക് ഒരുപാട് സമയം പോകത്തില്ല. കാരണം ഇന്ന് ഈ ക്ലാസ് കഴിഞ്ഞാൽ ചിലപ്പോൾ 2 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും പിന്നെ ഇംഗ്ലീഷിന് ക്ലാസ് വരാം. അപ്പൊ അതിനുള്ളിൽ നിങ്ങൾ ഇതൊക്കെ പറ്റുന്നത്രോളം പഠിച്ചു വെക്കുക. ഓക്കെ, നമുക്ക് ഒരുപാട് സമയം കളയണ്ട. അപ്പൊ നിങ്ങൾക്ക് ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ അതൊരു റിവിഷൻ പോലെ. കാരണം ഈ വൊക്കാബുലറി എന്ന് പറയുന്നത് ശരിക്കും ആരും പഠിപ്പിച്ചാലേണ്ട ആവശ്യമുള്ളതല്ല. പക്ഷെ പഠിപ്പിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നമുക്കൊരു ക്ലാസ് കേൾക്കുമ്പോൾ കുറച്ചും കൂടെ നമ്മുടെ മൈൻഡിൽ അത് ഫീഡ് ആവും. അതിന് വേണ്ടിയിട്ടാണ്. അപ്പം നിങ്ങൾക്ക് ഓൾറെഡി ഇതൊന്ന് വായിച്ച് പരിചയമുള്ളതാണെങ്കിൽ ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ഇത് ക്ലിക്ക് ആവും. ഓക്കെ, അപ്പോൾ ഈ PDF കൂടെ ഞാൻ നമ്മുടെ ടെലിഗ്രാമിൽ വാട്സപ്പിൽ ഇടാം. അപ്പോൾ അതും കൂടി പഠിക്കുക. ഓക്കെ, അപ്പം ശരി.